നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ കഠിനമായവയെ എല്ലാം അവൻ മൃദുവാക്കി തരും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി കടന്നു വന്നു കഴിയുമ്പോൾ പാപപങ്കലമായതിനെല്ലാം അവൻ തുടച്ച് വൃത്തിയാക്കി അവൻ നിർമ്മലമാക്കി തരും. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ ദൗർബല്യങ്ങളായവയെല്ലാം അവൻ നീക്കം ചെയ്ത് അവൻ ശക്തി കൊണ്ട് നിറയ്ക്കുകയും നമ്മളെ പരിപൂർണ ശക്തനാക്കി മാറ്റുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ അപകർഷതാബോധങ്ങളെയും നീക്കി അവൻ നമ്മളെ യോഗ്യതയുടെ ചിന്തയുള്ള അവൻ്റെ സ്വന്തം മക്കളായിട്ട് പരിണമിപ്പിക്കുകയും ചെയ്യും. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിനെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, കുടുംബത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. ദൈവമേ, നീയാണ് ഞങ്ങളുടെ കൃപയും ഞങ്ങളുടെ അനുഗ്രഹവും ഞങ്ങളുടെ തുണയും ശക്തിയുമെല്ലാം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിലും ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളികളെയും അവൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനേക ദൗർബല്യങ്ങൾ ഉണ്ടായിരിക്കാം. കുടുംബത്തിലെ ഓരോ വ്യക്തികളും കടന്നു പോകുന്ന വലിയ വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം. അനേക വർഷങ്ങളായി പ്രാർത്ഥനയിലൂടെ കടന്നുപോയിട്ടും കുടുംബത്തിൽ പരിഹരിക്കാനാവാത്ത ഒരു 100 പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ നമ്മുടെ കുടുംബവും നമ്മുടെ കുടുംബ സാഹചര്യങ്ങളും വ്യക്തികളും എല്ലാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഏറ്റവും നിർമ്മലമായ ഒരു ജീവിതം നയിക്കണമെന്ന് അമിതമായ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില ദൗർബല്യങ്ങളുടെ പേരിൽ അതിനോട് മല്ലിട്ടും കണ്ണീരൊഴുക്കിയും സഹതാപത്തോടെയും സങ്കടത്തോടെയും ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിലുണ്ടായിരിക്കാം. അവരെല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കുടുംബത്തിൽ വീഴ്ചയുടെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. പലപ്പോഴും എല്ലാം ഉണ്ടെങ്കിലും, പണമുണ്ട്, സാമ്പത്തികമുണ്ട്, അധികാരങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും സന്തോഷം അനുവദിക്കാനും സമാധാനം അനുഭവിക്കാനും സാധിക്കാത്ത രീതിയിലാണ് കുടുംബങ്ങളിലേക്ക് വന്നു ഭവിക്കുന്ന പല രീതിയിലുള്ള ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങളെ എല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ സമർപ്പണത്തിന്റെ സമയമാണിത്. പൂർണ്ണമായിട്ടും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാൻ എന്തൊക്കെയുണ്ടോ, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ മനസ്സ് എല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒന്നും നീക്കി വെക്കാതെ പൂർണ്ണമായിട്ടും എല്ലാം അവന് വിട്ടു നൽകുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കാണപ്പെടുന്നത് ഒന്നും എന്റേതല്ല, എല്ലാം നീ ദാനമായിട്ട് തന്നതാണ്. എന്റേതെന്ന് അവകാശപ്പെടാനായി എനിക്ക് ഒന്നും തന്നെയില്ല. എന്റേതെന്ന് അവകാശപ്പെടാനായി എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നവയെല്ലാം നിന്റെ ദാനങ്ങളാണ്. പലപ്പോഴും ഞാൻ അഹങ്കരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് പോലും എനിക്കറിയില്ല. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിൽക്കുമ്പോഴും നിന്റെ ഔദാര്യങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും വലിയ അഹങ്കാരങ്ങൾ എൻ്റെ മനസ്സിനെ കീഴടക്കാറുണ്ട്. സഹോദരങ്ങളെ കാണാനാവാത്ത രീതിയിൽ, അവരുടെ മനസ്സിനെ കാണാനാവാത്ത രീതിയിൽ എൻ്റെ മനസ്സ് എപ്പോഴും വലിയ അഹന്തയുടെ താഴ്വരയിലൂടെ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കുക. ദൈവമേ, എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഒരു കരം ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിക്കുക. ദൈവമേ, ഈ കരങ്ങളിൽ ആദ്യത്തെ വിരൽ എൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുമാണ്. ആ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും അവരുടെ അവസ്ഥകളെയും അവരുടെ ബലഹീനതകളെയും ദൗർബല്യങ്ങളെയും അവരുടെ വീഴ്ചകളെയും പരാജയങ്ങളെയും എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രണ്ടാമത്തെ വിരൽ എൻ്റെ കുടുംബത്തിൽ ഏറ്റെടുക്കേണ്ട നല്ല ഭാരങ്ങളുമാണ്. ഒരുപാട് ഭാരങ്ങൾ ചുമക്കേണ്ടി വരുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. നിസ്സാരരായ മനുഷ്യരാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബലവും ശക്തിയും മനസ്സിനോ ശരീരത്തിനോ ഒന്നുമില്ലാത്ത വ്യക്തികളാണെങ്കിലും ഞങ്ങൾ ഏൽക്കേണ്ടി വരുന്ന, ഞങ്ങൾ ചുമക്കേണ്ടി വരുന്ന ഭാരങ്ങൾക്ക് അറുതിയില്ല കർത്താവേ. ഞങ്ങൾ ചുമക്കേണ്ടി വരുന്ന ഭാരങ്ങൾക്ക് പരിധിയില്ല കർത്താവേ. പലപ്പോഴും നീ കുരിശുമായിട്ട് തളർന്നു വീണത് പോലെ തന്നെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല ആവർത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തളർന്നു പോയിട്ടുണ്ട് ദൈവമേ. ആ തളർച്ചകളെയും വീഴ്ചകളെയും എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മൂന്നാമത് ഞങ്ങൾ സമർപ്പിക്കുന്ന കുടുംബത്തിന്റെ എല്ലാ പാപാവസ്ഥകളെയുമാണ്. മാതാപിതാക്കൾ എന്ന രീതിയിലോ മക്കൾ എന്ന രീതിയിലോ കുടുംബത്തിന് ദുർമാതൃക നൽകുന്ന ഏതെങ്കിലും എല്ലാം പാപാവസ്ഥകൾ ഞങ്ങളുടെ കഴിഞ്ഞ കാലഘട്ട ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കറകളായി പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ദൈവമേ, വിട്ടുമാറാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. നാലാമത്തെ കരങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ ദുഷ്ടാരൂപിയുടെയും തിന്മകളുടെയും ശക്തികളെയും പരാജയപ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിസ്സാരപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. പക്ഷേ തിന്മയെ പൊരുതി നിൽക്കുവാനുള്ള ശക്തി ഞങ്ങൾക്കില്ല.
നീ തിന്മയെ പരാജയപ്പെടുത്തുന്നവനാണ്. നിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മകളെയും കീഴ്പ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് സമർപ്പിച്ചുകൊണ്ട് കുടുംബത്തെ പൂർണ്ണമായിട്ട് അവന്റെ പക്കലേക്ക് സമർപ്പിക്കാം. അഞ്ചാമത്തെ വിരലുകൾ നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങളെയാണ്. ചുറ്റുപാടുമുള്ള എല്ലാ ബന്ധങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അയൽപ്പക്ക ബന്ധങ്ങളിൽ വന്നു പോയുള്ള തകർച്ചയുടെ സാഹചര്യങ്ങളെ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പൂർണ്ണമായും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓരോന്നും ചുറ്റുപാടുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവന്റെ മുമ്പിൽ ആയിരിക്കുകയും ചെയ്യാം. സമർപ്പണത്തിൻ സമയമാ, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമാ, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. ഓരോ തവണയും അവന്റെ ബലിവേദിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: നീ ക്ഷമിക്കുക, സഹിക്കുക, പൊറുക്കുക. നിനക്ക് ആരോടെങ്കിലുമൊക്കെ ശത്രുതയുണ്ടെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ പൊറുക്കാനാവാത്ത, ക്ഷമിക്കാനാവാത്ത അവസ്ഥ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ദൈവത്തിന്റെ പക്കലേക്ക് സമർപ്പിക്കുക. നീ നിൽക്കുന്നതിന്റെ ബലിവേദിയുടെ മുമ്പിലാണ്. എല്ലാം ക്ഷമിച്ചതിന്റെ ദൈവം രണ്ട് കരകളും നീട്ടി ക്ഷമയോടെ സ്വീകരിക്കുന്ന ബലിവേദിയുടെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആ ബലിവേദിയുടെ മുമ്പിൽ ക്ഷമിക്കാനാവാത്ത മനസ്സുമായി നിൽക്കാൻ എനിക്ക് അർഹതയില്ല, പൊറുക്കാനാവാത്ത മനസ്സുമായിട്ട് നിൽക്കാൻ എനിക്ക് അർഹതയില്ല. എന്റെ സഹോദരങ്ങളുടെ ഓരോ തെറ്റുകളും കുറ്റങ്ങളും ഓരോന്നും കണ്ടുപിടിച്ച് അവയെ ക്ഷമിക്കുകയും അവയെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അവന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ അർഹത നേടുന്നത്. അവന്റെ മുമ്പിൽ മുട്ടുകുത്താനുള്ള അർഹത ഞാൻ നേടുന്നത് അപ്പോഴാണ്. അവന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കുവാനുള്ള അർഹത ഞാൻ നേടുന്നത് അപ്പോഴാണ്. ബലിവേദിയുടെ മുമ്പിൽ ഓരോ സമയവും നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണമായിട്ട് ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. ബലിവേദിയിൽ വന്നു നിൽക്കുമി നിമിഷവും നിന്നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ. ബലിവേദിയിൽ വന്നു നിൽക്കുമി നിമിഷവും നിന്നിൻ മനസ്സിൽ വെറുപ്പും വിരോധവും നിറഞ്ഞിടുകിൽ. സംപ്രീതനാകില്ല നാഥനി കാഴ്ചകളിൽ, സ്വീകാര്യമാകില്ല നിന്നുടെ യാഗാർപ്പണം. ഇനിയെങ്കിലും അനുരഞ്ജനത്തിൻ്റെ വഴി തേടുവിൻ. സന്തോഷമായി ബലിയേകുവിൻ. സമർപ്പണത്തിൻ സമയമാ, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. സമർപ്പണത്തിൻ സമയമാ, സമർപ്പിക്കുവിൻ സകലതും. ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിടുവിൻ. പലപ്പോഴും നന്മയുടെ പാതയിലാണ് ചെയ്ത പല പ്രവൃത്തികളും ഒരുപാട് കഴിഞ്ഞ കാലഘട്ടം നമ്മൾ ചെയ്തിട്ടുള്ള പല പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള പല സ്വഭാവങ്ങളും പല ശീലങ്ങളും എത്രയോ ആളുകളുടെ ജീവിതത്തിലേക്ക് വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ മൂലം വിഷമിക്കാൻ കാരണമായിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ മൂലം അന്യരുടെ ജീവിതത്തിലുണ്ടായ കണ്ണുനീരിന്റെ സാഹചര്യങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ തകർച്ചയുടെ അവസ്ഥകൾ, അവർ കടന്നുപോയിട്ടുള്ള എല്ലാ നാശത്തിന്റെ അവസ്ഥകളെയും എല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, അറിയാതെ തെറ്റുപറ്റുപോയി,
തന്മയെന്ന് കരുതി ഞാൻ ചെയ്ത പല പ്രവൃത്തികൾ ഞാൻ പിഴച്ചുപോയി. ചിലപ്പോഴെങ്കിലുമൊക്കെ സ്വാർത്ഥതയോടുകൂടി ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ, ഞാനും എൻ്റെ കുടുംബവും മാത്രമെന്നുള്ള ലക്ഷ്യത്തോട് ഞാൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ, എൻ്റെ ചുറ്റുമുള്ള പല കുടുംബങ്ങളും എൻ്റെ പ്രവൃത്തികൾക്ക് ഇരയാകുന്നത് ഞാൻ അറിഞ്ഞില്ല, എൻ്റെ ദുഷ്പ്രവർത്തികൾക്ക് ഇരയാകുന്നത് ഞാൻ അറിഞ്ഞില്ല. അത്തരത്തിലുള്ള ഓരോ സാഹചര്യങ്ങളും നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ട് കരങ്ങൾ നമുക്ക് ഈശോയുടെ പക്കലേക്ക് നമുക്ക് നീട്ടിപ്പിടിക്കാം. രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ പൂർണ്ണമായിട്ട് ഞങ്ങൾ നിന്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും നിന്റെ പക്കലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ പാപങ്ങളെയും പാപാവസ്ഥ നിന്റെ പക്കലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ക്ഷമയോടെ എൻ്റെ പക്കലേക്ക് എഴുന്നള്ളി വരണമേ. ക്ഷമിക്കുന്ന സ്നേഹമായി എന്നെ മുഴുവനായിട്ട് നീ തഴുകണമേ. എൻ്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗങ്ങളെയും നീ നവീകരിക്കണമേ. പിഴച്ചുപോയ എല്ലാ പ്രവൃത്തികളും നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നവീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. നറുമിനത്തോടെ കാത്തു വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സാഹചര്യങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്ഷമിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ, ക്ഷമിക്കുന്നവൻ നീ മാത്രമേ ഉള്ളൂ. ലോകം മുഴുവൻ ഞങ്ങളുടെ തെറ്റുകളുടെ പേരിൽ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും വിധിക്കുകയും തള്ളിക്കളയുകയും എല്ലാം ചെയ്യുമ്പോൾ ക്ഷമിക്കുവാനും ഏറ്റെടുക്കുവാനും നീ മാത്രമേ ഉള്ളൂ. ഓടി ചെല്ലുവാൻ നിന്റെ പാദങ്ങൾ മാത്രമേ ഉള്ളൂ. കെട്ടിപ്പുണരുവാൻ നിന്റെ ശരീരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ദൈവമേ, എത്ര തെറ്റുപറ്റിയാലും വാരിപ്പുണരുവാൻ നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളെ മക്കളെന്ന് കരുതി ഞങ്ങളെ വാരിപ്പുണർന്ന് ഞങ്ങൾ ക്ഷമിച്ച് സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ നിന്റെ പക്കലേക്ക് കാഴ്ചവെക്കുന്നു. മക്കൾ സഞ്ചരിക്കുന്ന വഴികളുണ്ടാകുന്ന എല്ലാ വീഴ്ചകളുടെ സാഹചര്യം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടും ക്ഷമിക്കാൻ തയ്യാറാകണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളോടും പൊറുക്കാൻ തയ്യാറാകണമേ. കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വീഴ്ചകളുടെ പേരിൽ ഞങ്ങൾ ഒന്നും ഓർത്തിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപങ്ങൾ നീ ഓർത്തിരിക്കരുതേ, ഞങ്ങളുടെ തെറ്റുകൾ നീ ഓർത്തിരിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തെറ്റുകൾക്ക് അനുസൃതമായി ഞങ്ങളുടെ കുടുംബത്തിനെ നീ വിധിക്കരുതവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയുടെ ഉറവിടമായ ദൈവമേ, ക്ഷമിക്കുന്ന സ്നേഹമായ ദൈവമേ, നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനാണ്. അതിന്റെ എല്ലാ വീഴ്ചകളോടും ദൗർബല്യങ്ങളോടും നിന്റെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുകയും ചെയ്യാം. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പൊറുക്കുന്ന ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവന്റെ ക്ഷമയില്ലായെങ്കിൽ നമ്മൾ തകർന്നു പോയാനേ, അവന്റെ ക്ഷമയില്ലായി നമ്മൾ നശിച്ചു പോയാനേ. അവൻ ക്ഷമിക്കാൻ തയ്യാറാകുന്ന ദൈവമല്ലായിരുന്നെങ്കിൽ പണ്ടെങ്ങോ ജീവിതത്തിൽ വന്നു പോയ എന്തെങ്കിലുമൊക്കെ പിഴവുകളുടെ പേരിലും തെറ്റുകളുടെ പേരിലും നരകം കാത്തുകിടക്കുന്ന ജന്മങ്ങളെ നമ്മൾ അവശേഷിച്ചാനേ. നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പേരിൽ നരകം കാത്തുകിടക്കുന്ന വ്യക്തികളുടെ അതമ്പതിച്ചാനേ. ഇന്നും നമുക്ക് സ്വർഗത്തെ പറ്റിയ പ്രതീക്ഷയുണ്ട്. സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമെന്ന് വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. ആ പ്രതീക്ഷ കടന്നു വരുന്ന നമ്മുടെ സ്വഭാവത്തിൽ നിന്നല്ല, നമ്മുടെ പ്രവൃത്തികളിൽ നിന്നല്ല, നമ്മുടെ യോഗ്യതകളിൽ നിന്നല്ല. നേരെ മറിച്ച് ക്ഷമിക്കാൻ ശക്തിയുള്ളൊരു ദൈവം നമുക്കുണ്ട്. ക്ഷമിക്കാൻ മനസ്സുള്ളൊരു ദൈവം നമുക്കുണ്ട്. തെറ്റുകളുടെ നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രണ്ട് കരങ്ങൾ മുന്നിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കുക. ദൈവത്തിന്റെ പക്കലേക്ക് സ്വരങ്ങൾ ചെല്ലട്ടെ. എല്ലാ സ്വർഗത്തിന്റെ വാതിലുകളും ഭേദിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പക്കലേക്ക് സ്വരം എത്തുമാറാകുന്ന ഉറക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്റെ സ്വരങ്ങൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തള്ളി തുറക്കട്ടെ. എന്റെ കുടുംബത്തിന്റെ വേദനകൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തള്ളി തുറന്ന് നിന്റെ പക്കലേക്ക് എത്തിച്ചേരട്ടെ. എന്റെ കുടുംബത്തിന്റെ നൊമ്പരങ്ങൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തള്ളി തുറന്ന് നിന്റെ പക്കലേക്ക് എത്തിച്ചേരട്ടെ. എന്റെ മക്കളുടെ നൊമ്പരങ്ങളും അവരുടെ രോദനങ്ങളും വേദനകളും എല്ലാം സ്വർഗത്തിന്റെ കവാടങ്ങൾ തള്ളി തുറന്ന് ദൈവത്തിന്റെ മടിത്തട്ടിലേക്ക് എത്തട്ടെ. അവിടെ സൗഖ്യമാകുന്നതിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ സത്യദൈവ സൂനുവിനെ എന്നെന്നും വാഴ്ത്തിടാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
രാജാവാണ്. നമ്മുടെ എല്ലാം രാജാവാണ്. നമ്മുടെ കുടുംബത്തിന്റെ അധികാരിയാണ്. നമ്മുടെ അവസ്ഥകളുടെ അധികാരിയാണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാ അവസ്ഥകളെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ളവനാണ്. നമ്മുടെ കുടുംബത്തിന്റെ രാജാവാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ രാജാവാണ്. അവന്റെ നിയന്ത്രണത്തിലൊന്നും നമ്മുടെ കുടുംബത്തിലില്ല, നമ്മുടെ പക്കലില്ല. അവന് വീണ്ടെടുക്കാനാവാത്ത ഒരു തകർച്ചകൾ നിനക്കുണ്ടായിട്ടില്ല. അവന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കുഴികളിൽ നീ ചെന്ന് വീണിട്ടില്ല. അവന് വീണ്ടെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥകളിൽ നീ ചെന്ന് നിബന്ധിച്ചിട്ടുമില്ല. നീ ഏതവസ്ഥയിലാണെങ്കിലും നിന്റെ ായിട്ട് സാധിക്കും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ സത്യദൈവ സുനുവിനെ എന്നെന്നും വാഴ്ത്തിടാം. ഹല്ലേലൂയ 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 ഇന്ന് ഈ രാത്രിയിൽ ദൈവത്തോടൊപ്പമായിരിക്കുവാനും ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാനുമായിട്ട് വിളിക്കപ്പെട്ട ഭാഗ്യം ചെയ്തവരാണ് നമ്മളെല്ലാവരും. ക്ഷണിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ടെങ്കിലും ക്ഷണം സ്വീകരിച്ചവർ വളരെ ചുരുക്കമാണ്. ദൈവത്തോട് കൂടെ ആയിരിക്കുവാനും ദൈവത്തിന്റെ പക്കലേക്ക് ചേർന്ന് നിൽക്കുവാനുമായി ദൈവത്തിന്റെ അരൂപി ലഭിക്കുക എന്നുള്ളത് വലിയൊരു കൃപ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ കൃപ ചൊരിഞ്ഞിരിക്കുന്നു. ദൈവിക സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്താനുള്ള കൃപ. ആലോചിച്ച് നോക്കുക, ദൈവിക സാന്നിധ്യത്തിൽ സമാധാനം കണ്ടെത്താൻ ഒരു കൃപ വേണം. ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടുന്നുണ്ടായിരിക്കാം. ഈ ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ നമ്മൾ വെപ്രാളം കഴിച്ച് ഓടുന്നുണ്ടായിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ നേടി എന്നൊരു ചിന്തയും നമുക്കുണ്ടായിരിക്കാം. പക്ഷേ എത്രയൊക്കെ നേടിയെന്ന് പറഞ്ഞാലും സമാധാനം ആസ്വദിക്കണമെങ്കിൽ എന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം നമ്മളെ ഒരു വരം നൽകിയിട്ടുണ്ട്. ദൈവം ഒരു വരം നൽകിയിട്ടുണ്ട്. അപ്പൊ ആ വരം സ്വീകരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ എന്ന രീതിയിൽ നമ്മൾ ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ളവരായിരിക്കണം. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, അവൻ ഫലം ആഗ്രഹിക്കുന്നതാണ്. അവൻ നമുക്ക് വേണ്ടിയിട്ട് അവൻ വളമൊരുക്കിയിട്ടുണ്ടെങ്കിൽ, തടമൊരുക്കിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളിൽ നിന്ന് ഫലം ആഗ്രഹിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, അത്തിവൃക്ഷത്തിന്റെ ഉപമയിൽ ഈശോ അത്തിവൃക്ഷത്തിന്റെ പിന്നിൽ ചെന്നിട്ട് ഫലം ആഗ്രഹിക്കുന്ന ഒരു സമയം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? അത് അത്തിവൃക്ഷത്തിന്റെ സീസൺ അല്ലായിരുന്നു, കാലഘട്ടമല്ലായിരുന്നു. എന്നിട്ടും അവൻ അത്തിമഴം ചോദിച്ചു. അപ്പോഴത്തേക്കും ചുറ്റുമുള്ള ശിഷ്യന്മാര് പെറുപെറുക്കാനായിട്ട് തുടങ്ങി. ഇത് അത്തിമരത്തിന്റെ ഒരു കാലഘട്ടമല്ല, പിന്നെ ഇവൻ എന്തിനാണ് ഇപ്പോ അത്തിപ്പഴം അന്വേഷിക്കുന്നത്? എന്നിട്ട് അതിന്റെ പേരിൽ അതിനെ ശപിക്കുകയും ചെയ്തു. ഇതെന്തൊരവസ്ഥയാണ്? ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അത്തിപ്പഴത്തിന്റെ കാലഘട്ടമല്ലാതിരിക്കെ അവിടെ ചെന്നിട്ട് അത്തിപ്പഴം ചോദിച്ചു, കിട്ടിയില്ല, ഉടനെ അതിനെ അങ്ങ് ശപിച്ചു. എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി ഫലം പുറപ്പെടുവിക്കേണ്ടവരല്ല നമ്മൾ ക്രൈസ്തവരെന്ന് പറയുന്നത്. ഈശോയെ പിൻചെല്ലുന്നവരും ഈശോയുടെ പിന്നാലെ നടന്നെടുക്കുന്നവരും ഈശോ ഒരുക്കിക്കൊണ്ടുവരുന്നവരുമായ നമ്മൾ ഒരിക്കലും കാലഘട്ടങ്ങൾക്കനുസരിച്ചും നമുക്ക് ഇഷ്ടമുള്ളപ്പോഴും ഫലം പുറപ്പെടുവിക്കേണ്ടവരല്ല. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഈശോയ്ക്ക് ആഗ്രഹിച്ച ഫലം നമ്മൾ നൽകുന്നു, ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഈശോ ആഗ്രഹിക്കുന്ന ഫലം നൽകുന്നില്ല. അത് എവിടുത്തെ ന്യായമാണ്? അങ്ങനെ ചില കാലഘട്ടങ്ങളിൽ മാത്രം നന്മയിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ടല്ല ദൈവത്തിന് നമ്മളെ വേണ്ടത്. ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മാത്രം നന്മയിൽ ഉറച്ചു നിൽക്കുകയും ആ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിന്മയുടെ പ്രവൃത്തികൾക്ക് പിന്നാലെ പോവുകയും ചെയ്യുന്നവന്റെ ആത്മീയത
നല്ല ആത്മീയതയായിട്ട് ഈശോ കാണുന്നുമില്ല. അതുകൊണ്ട് അത്തിമരത്തോട് ചോദിച്ച് അതേ ചോദ്യം തന്നെ നമ്മളെ നോക്കി ചോദിക്കുന്നുണ്ട് ഓരോ നിമിഷവും. അത്തിപ്പഴം എവിടെ? നന്മയുടെ ഫലം എവിടെ? ഞാൻ നിന്നെ നോക്കുന്ന ഓരോ നിമിഷവും നീ നന്മയുടെ ഫലങ്ങൾ നൽകാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ഈശോ പറയുന്ന അത്തിമരത്തിന്റെ ഉപമയിൽ നിന്ന് ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ നിന്നെ നോക്കുന്ന ഓരോ സമയവും നീ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ബാധ്യസ്ഥനാണ്. നീ നന്മയുടെ ഫലങ്ങൾ നൽകിയേ പറ്റുള്ളൂ. അത് നിന്റെ ഔദാര്യമല്ല. ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമാണ്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുന്ന ദൈവമാണ്. ഞാൻ നിനക്ക് വേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ദൈവമാണ്. ഞാൻ നിനക്ക് വേണ്ടി നന്മകൾ ചൊരിയുന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ അവകാശമാണ് നിന്നിൽ നന്മയുടെ ഫലങ്ങൾ ലഭിക്കുക എന്നുള്ളത്. അത് ഔദാര്യമായിട്ട് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മാത്രം നൽകാനുള്ളതല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നോമ്പ് കാലങ്ങളുണ്ടല്ലേ? നോമ്പ് കാലങ്ങൾ 25 നോമ്പുണ്ട്, 50 നോമ്പുണ്ട്, 15 നോമ്പുണ്ട്, 3 നോമ്പുണ്ട്. ഇങ്ങനെ പല നോമ്പ് ഒരു വർഷത്തിലേക്ക് മുഴുവൻ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി നോമ്പ് കാലങ്ങളുണ്ട്. പലപ്പോഴും ഈ നോമ്പ് അനുഷ്ഠാനം നമ്മുടെയൊക്കെ അച്ചായമാര് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. നോമ്പ് ആരംഭിച്ച് കഴിയുമ്പോഴത്തേക്കും മദ്യപാനം വേണ്ട എന്ന് വെക്കും. നോമ്പ് ആരംഭിച്ച് കഴിയുമ്പോൾ മദ്യപാനം വേണ്ടാന്ന് വെക്കും. 25 ദിവസം വരെ ദൈവത്തിന് ഔദാര്യമായിട്ട് ഒരു 25 ദിവസം കൊടുക്കുകയാണ്. എന്നിട്ട് എന്തോ മഹത്കൃത്യം ചെയ്തതുപോലെ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കും. എന്നിട്ട് പറയും 25 ദിവസം ചില്ലറയൊന്നുമല്ല, 1-2 25 ദിവസമാണ് ഞാൻ മദ്യപാനം വേണ്ട എന്ന് വെച്ച് നിനക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചത്. ആരോടാ? ഒരായുസ് മുഴുവൻ ദാനമായിട്ട് നൽകിയവന് 25 ദിവസം പിച്ചയായിട്ട് കൊടുത്തിട്ട് നമ്മൾ അവകാശവാദം ഉന്നയിക്കും. 25 ദിവസം നിനക്ക് വേണ്ടി ഞാൻ നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചില്ലേ, നീ എനിക്ക് എന്താ തരാൻ പോകുന്നത്? എനിക്ക് അനുഗ്രഹങ്ങൾ വേണം, എനിക്ക് കൃപകൾ വേണം. എന്തിനു വേണ്ടിയിട്ടാ? 25 ദിവസം എന്റെ ജീവിതത്തെ ഔദാര്യമായിട്ട് ഞാൻ നിനക്ക് നൽകി, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നൽകി. ഇതിനെയാണ് ദൈവം ശപിച്ചത്. ഇതിനെയാണ് ശപിച്ചത്. നിനക്ക് തോന്നുമ്പോൾ നന്മയുടെ ഫലം പുറപ്പെടുവിക്കാനല്ല ഞാൻ നിനക്ക് ദാനമായിട്ട് നിന്റെ ജീവിതം നൽകിയത്. നിനക്ക് തോന്നുമ്പോൾ മാത്രം നന്മയുടെ വഴികളിലൂടെ നടക്കുവാനും അല്ലാത്തപ്പോഴത്തേക്കും നിനക്ക് ഇഷ്ടമുള്ളവരുടെ യാത്ര ചെയ്യാനും. 25-ാമത്തെ ദിവസം നമ്മൾ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കും. ക്രിസ്മസിന്റെ ഒരു ആഘോഷം ഉണ്ടല്ലോ. 24-25 ദിവസമൊക്കെ നന്മയുടെ വഴിയിലൂടെയൊക്കെ നടന്നിട്ട് എല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് 25-ാമത്തെ ദിവസം ഒരു ഉയർത്തിൽ അടിച്ചൊരു വീഴ്ചയുണ്ട്. ക്രിസ്മസിന് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോയ്ക്ക് 4 കാലിൽ കണ്ടവരെ ചുറ്റുപാടുമുള്ള 4 എന്നാ പിന്നെ അന്നത്തെ ദിവസം ഇരിക്കട്ടെ, 4 ഞാനും ഈശോയുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. ഇതാണ് കാലഘട്ടത്തിന് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മാത്രമുള്ള ഈ ആത്മീയത. ശരിക്കും പറഞ്ഞ അഭിനയമല്ലേ? അതിനകത്ത് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? ശരിക്കും പറഞ്ഞ അഭിനയമല്ലേ? അതായത് ദൈവം കാണുമ്പോഴത്തേക്കും ദൈവം എപ്പോഴൊക്കെ എന്നെ നോക്കുന്നോ അപ്പോഴെല്ലാം ഞാൻ ഫലം നൽകണം. അത്തിവൃക്ഷം പ്രതീക്ഷിച്ച സമയത്തല്ല ദൈവം അത്തിമരത്തിന്റെ ചോട്ടിൽ ചെന്നതും മുകളിലേക്ക് നോക്കിയിട്ട് അത്തിപ്പഴം എന്തിയെന്ന് ചോദിച്ചത്. അത്തിപ്പഴം പ്രതീക്ഷിച്ച സമയത്തല്ല, നീ പ്രതീക്ഷിക്കാത്ത നേരങ്ങളിലും നീ നനച്ചിരിക്കാത്ത സമയങ്ങളിലും നിന്റെ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേലുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലും, നീ ഉറങ്ങുമ്പോഴും, നീ അലസനായിരിക്കുമ്പോഴും, നീ പാപത്തിന്റെ വഴിയെ യാത്ര ചെയ്യുമ്പോഴുമെല്ലാം നിന്റെ ദൈവത്തിന്റെ കണ്ണ് നിന്റെ കൂടെയുണ്ട്. അവൻ നിന്റെ മേലെ കണ്ണു നട്ടിരിക്കുന്ന ഓരോ നിമിഷവും അവൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നന്മയുടെ ഫലം എവിടെ? എനിക്ക് തരിക. നന്മയുടെ ഫലങ്ങൾ കൊടുക്കാനായിട്ട് നീ നിശ്ചയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മാത്രം നിന്റെ വാതിൽപ്പടിയിൽ വന്ന് ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നീ സങ്കല്പങ്ങളിൽ കാണേണ്ടത്. ആ ഓച്ചാനിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പക്കലേക്ക് ഒരു ഔദാര്യം എന്നവണ്ണം മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപേക്ഷിച്ചുകൊണ്ട് നീ ദാനമായിട്ട് നൽകേണ്ട പിച്ചയല്ല നിന്റെ 25 ദിവസം 50 ദിവസം നോമ്പെന്നൊക്കെ പറയുന്നത്. അതെല്ലാം ഒരു തുടക്കമാകണം. ഇന്ന് മുതൽ ഞാൻ അങ്ങോട്ട് എന്നും എന്റെ ദൈവത്തിന്റെ സ്വന്തമായിരിക്കുമെന്ന് പറയുവാനുള്ള ഒരു ആർജവത്വം കാണിക്കാത്ത ഒരു നോമ്പും ആത്മാർത്ഥമായ നോമ്പല്ല. ഒരു ഉപവാസവും ആത്മാർത്ഥമായ ഉപവാസമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് സന്തോഷം കിട്ടാനാണ്? നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പലപ്പോഴും ഉപവാസ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ കുറച്ചു ദിവസം പട്ടിണി കടന്നു കഴിഞ്ഞാൽ ദൈവത്തിന് സന്തോഷമാവോ? ഞാൻ കുറച്ചു ദിവസം പട്ടിണി കടന്നു കഴിഞ്ഞാൽ സന്തോഷിക്കുകയും കൊള്ളാമെന്ന് പറഞ്ഞ് ആനന്ദിക്കുകയും ചെയ്യുന്ന ദൈവമാണോ നമ്മുടേത്? ഞാൻ എന്റെ ശരീരത്തെ പീഡിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടേത്? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ദൈവമാകുന്നത്? എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് എന്റെ സന്തോഷമല്ലേ? അപ്പൊ പിന്നെ ഞാൻ എന്നെ തന്നെ പീഡിപ്പിക്കുമ്പോൾ ദൈവം എങ്ങനെയാ സന്തോഷിക്കുന്നത്? അതുകൊണ്ട് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും നോമ്പും ഒന്നും ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കരുത്. ദൈവം ഇത് കണ്ട് സംപ്രീതനാവുകയും ദൈവം അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്ന വിചാരിക്കരുത്. അത് നോമ്പിന്റെ
ഏറ്റവും മോശമായ ചിന്താഗതിയാണ്. അത് ഉപവാസത്തിന്റെ ഏറ്റവും മോശമായ ചിന്താഗതിയാണ്. ഉപവസിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല, ഉപവസിക്കുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കാനല്ല, എന്റെ ശരീരത്തിലും എന്റെ ജീവിതത്തിലും ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കാനല്ല. ഞാൻ നഷ്ടങ്ങൾ ഏറ്റെടുക്കുമ്പോഴേ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല എന്റേത്. നേരെ മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഉപവസിക്കുകയും ഞാൻ ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്യുന്നത്? എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ്, ദൈവം സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ആരാണോ കൂടുതൽ നഷ്ടങ്ങൾ ഏറ്റെടുക്കുന്നത് അവർക്ക് സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കൂടുതൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവിടെ അപ്പനും അമ്മമാരും ഒക്കെയാണുള്ളത്. മക്കളോട് ഭയങ്കര സ്നേഹമാണല്ലേ? ഒന്ന് കൈവക്കുകയും മക്കളെ എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ഈ ജീവിതം മുഴുവൻ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരിക്കുന്ന എല്ലാം അപ്പനമ്മമാരൊന്ന് കൈവക്കുകയും രണ്ട് കാര്യങ്ങളൊന്ന് ഉയർത്തിക്കുകയും. മക്കളല്ലാതൊരു ലോകം നമുക്കില്ലല്ലേ? മക്കളല്ലാത്തൊരു ലോകത്തെ പറ്റി ആലോചിക്കാൻ പോലും വയ്യ. ജീവിതത്തിലെ ഓരോ നിമിഷവും ഉണർന്നു കഴിഞ്ഞാലുള്ള ഓരോ നിമിഷവും ചെലവഴിക്കുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ പറ്റി ചിന്തിക്കാറില്ല, നമ്മുടെ വസ്ത്രങ്ങളെ പറ്റി ചിന്തിക്കാറില്ല, ഏതാഘോഷം വന്നാലും ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നത് പറ്റി ചിന്തിക്കാറില്ല. നേരെ മറിച്ച് മക്കളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി കൈതാത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നതെന്നറിയോ? ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമാനതകളില്ലാത്ത ത്യാഗങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അനുഷ്ഠിച്ചു. നിങ്ങൾ എത്രത്തോളം ത്യാഗങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ അനുഷ്ഠിച്ചോ അതിനനുസരിച്ച് ഈ സ്നേഹം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും വീണ്ടും മക്കൾക്ക് വേണ്ടി നഷ്ടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും മക്കളോട് ഇങ്ങനെ സ്നേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണോ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഏറ്റെടുക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ നഷ്ടപ്പെടുന്ന മനുഷ്യനാണ് സ്നേഹം കൂടുന്നത്. ആ ത്യജിക്കുന്ന മനുഷ്യനാണ് സ്നേഹം കൂടുന്നത്. അതുകൊണ്ടാണ് മക്കളോട് നമുക്ക് ഇത്രയും സ്നേഹം കൂടുന്നത്. കാരണം ഒരു ജീവിതം മുഴുവൻ നമ്മളിങ്ങനെ എരിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മെഴുകുതിരി പോലെ, മക്കൾ കത്തിച്ചു വെച്ച ഒരു മെഴുകുതിരി പോലെ നമ്മുടെ മക്കൾക്ക് പ്രകാശം പകരായിട്ട് നമ്മളിങ്ങനെ എരിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എരിഞ്ഞു തീരുന്ന ഒരു ജീവിതമായതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വലിയ ത്യാഗം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ലോകത്തിന് ഇനി ആരും ചെയ്യാനായിട്ട് പോകുന്നുമില്ല. അങ്ങനെ ത്യാഗം ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളത് തന്നെ ഓരോ നിമിഷവും എന്റെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ആ സ്നേഹം ഇങ്ങനെ ഇരച്ചരിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അതിന് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അത്രത്തോളം ഞാൻ നഷ്ടങ്ങൾ സഹിച്ചു എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, അത്രത്തോളം ത്യാഗങ്ങൾ ഞാൻ സഹിച്ചു. ത്യാഗങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിന്റെ ഭാഗമായപ്പോൾ സ്നേഹം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു. നേരെ മറിച്ച് മക്കൾക്ക് അതേ അർത്ഥത്തിൽ തന്നെ സ്നേഹം തിരിച്ചുണ്ടോ? നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ഒരുപക്ഷെ ഒരു 100 ആണെങ്കിൽ ആ 100 തന്നെ മക്കൾ തിരിച്ച് നമുക്ക് തരുന്നുണ്ടോ? പലപ്പോഴും ഇല്ല. എന്തുകൊണ്ടാ? അവര് നമുക്ക് വേണ്ടി നഷ്ടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി നഷ്ടങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. അങ്ങനെ ത്യാഗങ്ങളും നഷ്ടങ്ങളും ഒന്നും ഏറ്റെടുക്കേണ്ട അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും സ്നേഹത്തിന് പരിമിതികൾ കാണും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആരാണോ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് സ്നേഹം വർദ്ധിക്കും. ആരാണോ ഒട്ടും നഷ്ടപ്പെടുത്താത്തത് അവർക്ക് സ്നേഹം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ ആലോചിക്കുക, എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഉപവസിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നത്? ഞാൻ നഷ്ടങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തെ പ്രതി ഞാൻ നഷ്ടങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങും. ദൈവത്തെ പ്രതി ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലേ. പെറ്റമ്മ മറന്നാലും സ്നേഹിക്കാൻ മറക്കാത്ത സ്നേഹം എന്നാണ് ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി പറയുന്നത്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ദൈവം ഇങ്ങനെ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്താ തന്നത്? ആദ്യം ദൈവം നമുക്ക് വേണ്ടി ഏദേൻ തോട്ടം തന്നു. ആ ഏദേൻ തോട്ടം നമ്മൾ സ്വന്തമാക്കി. അതിനുശേഷം എന്താ ചെയ്തത്? തിന്മയുടെ പിന്നാലെ പോയി ദൈവത്തെ നമ്മൾ പുറത്താക്കി. അവസാനം അവൻ എന്താ ചെയ്തത്? പർദീസായി നമ്മളെ പുറത്താക്കി. പക്ഷെ പർദീസായിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഉപേക്ഷിച്ച് കളയുകയല്ല ചെയ്തത്. നഷ്ടപ്പെടുത്തിയ പർദീസായിക്ക് പകരം അധ്വാനിക്കാനായിട്ട് ഒരു ലോകം മുഴുവൻ സ്വന്തമായിട്ട് എന്നിട്ട് പറഞ്ഞു, നീ സൃഷ്ടിയുടെ മകുടമാണ്, എല്ലാ സൃഷ്ടിയും നിനക്ക് സ്വന്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൃഷ്ടി മുഴുവൻ ദൈവം നമുക്ക് നൽകി. വീണ്ടും ആർക്കാ നഷ്ടം? സൃഷ്ടിച്ചത് മുഴുവൻ ദൈവം നമുക്ക് നൽകി. ദൈവത്തിനാണ് വീണ്ടും നഷ്ടം. നമ്മൾ എന്താ ചെയ്തത്? അതെല്ലാം സ്വന്തമാക്കിയിട്ട് ആ സൃഷ്ടിയിൽ നിന്ന് വീണ്ടും നമ്മൾ ദൈവത്തെ പുറത്താക്കി. ഇതാണ് നമ്മൾ ചെയ്തത്. അവർ ഒത്തിരി പ്രവാചകന്മാരെ അയച്ചു. വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയക്കാനായിട്ട് തുടങ്ങി. എനിക്ക് എന്റെ മക്കളെ തിരിച്ചു കിട്ടണം, എനിക്ക് എന്റെ മക്കളെ വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറുതിരിച്ചു പോകുന്ന മക്കളുടെ പിന്നാലെ ഓടി നടക്കാനായിട്ട് വീണ്ടും വീണ്ടും പ്രവാചകന്മാരെ അയക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രവാചകന്മാർ ഇറങ്ങി വന്നു. ഏറ്റവും അവസാനം ഒരപ്പനും നൽകാത്ത രീതിയിൽ സ്വന്തം പുത്രനെ വരെ അവൻ നമുക്ക് വേണ്ടി നൽകി. നോക്കി എന്തൊക്കെയാണ് ആ ദൈവം നഷ്ടപ്പെടുത്തിയത്. ഏദേൻ തോട്ടം തന്നു, ലോകം മുഴുവൻ തന്നു, എല്ലാ സൃഷ്ടികളും തന്നു. അവസാനം സ്വന്തം പുത്രനെ പോലും നൽകാൻ തക്ക വിധം അവൻ നമ്മളെ സ്നേഹിച്ചു. ത്യാഗങ്ങൾ അനുഷ്ഠിച്ച മുഴുവൻ ആരാ? ദൈവം.
നഷ്ടങ്ങൾ ഏറ്റെടുത്ത മുഴുവൻ ആരാ? ദൈവം. അവൻ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചതിനും അനുസരിച്ച് വീണ്ടും വീണ്ടും സ്നേഹം വർദ്ധിക്കാൻ തുടങ്ങി. പറുദീസ പോയത് അവനൊരു പ്രശ്നമില്ലായിരുന്നു, കാരണം അവന്റെ കയ്യിൽ ലോകം മുഴുവൻ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ പോയത് അവനൊരു പ്രശ്നമില്ലായിരുന്നു, കാരണം എന്താണ്? അവന്റെ പക്കൽ സ്വന്തം ഏകജാതനായ സ്വന്തം മകനുണ്ടായിരുന്നു. പക്ഷേ ആ ഏകജാതനെ നൽകുവാൻ തക്കവിധം സ്നേഹിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അതിനു മുമ്പ് ഒത്തിരി നഷ്ടങ്ങൾ അവൻ നമുക്ക് വേണ്ടി സഹിച്ചു. ഒത്തിരി ത്യാഗങ്ങൾ അനുഷ്ഠിച്ചവനാണ് നമ്മുടെ ദൈവം. അങ്ങനെ ത്യാഗങ്ങളും നഷ്ടങ്ങളും അനുഷ്ഠിച്ചതുകൊണ്ട് അവന്റെ സ്നേഹത്തിന് പരിധിയില്ല, പരിമിതികളില്ല. ഏതറ്റം വരെയും പോയി നമ്മളെ വീണ്ടെടുക്കാൻ തയ്യാറായവന്റെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. പിന്നെ എവിടെയാണ് കുറവുണ്ടായത്? നമുക്കാണ് സ്നേഹമില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ സ്വീകരിക്കുക, നമ്മൾ പറുദീസ സ്വീകരിച്ചു, കിട്ടി, അല്ലെ, എടുത്തു. എന്നിട്ട് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം അനുഷ്ഠിച്ചോ? ഒന്നും അനുഷ്ഠിച്ചില്ല. നമുക്ക് ലോകം മുഴുവൻ അധ്വാനിക്കാനായിട്ട് കിട്ടി, സൃഷ്ടികളെ മുഴുവൻ മകുടമാക്കി, തന്നത് മുഴുവൻ ഇങ്ങനെ പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു വെക്കുകയും ചെയ്തു. എന്തെങ്കിലും ത്യാഗങ്ങൾ അനുഷ്ഠിച്ചോ? ഇല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സ്നേഹം ഒരിക്കലും വളർന്നില്ല. അവസാനം യേശുവിനെ പോലും, സ്വന്തം പുത്രനെ പോലും ഇട്ടപ്പോഴത്തേക്കും നമ്മൾ അവനെ വാങ്ങി, പക്ഷേ അവനെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അവനെ വധിച്ചു കളഞ്ഞു. ഇതാണ് മനുഷ്യന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ത്യാഗങ്ങൾ അനുഷ്ഠിക്കാത്തടത്ത് സ്നേഹമുണ്ടാവില്ല, ഉപവാസം അനുഷ്ഠിക്കാത്തടത്ത് സ്നേഹമുണ്ടാവില്ല, കുറവുകൾ ഏറ്റെടുക്കാത്തടത്ത് സ്നേഹമുണ്ടാവില്ല. ഇനി ആലോചിച്ച് നോക്കുക, ഞാൻ ഉപവസിക്കുന്നതും ഞാൻ നോമ്പ് നോക്കുന്നതും ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തെ സന്തോഷിപ്പിക്കാനല്ല. അങ്ങനെ എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും നൊമ്പരങ്ങളും കണ്ട് സന്തോഷിക്കുന്ന ദൈവമല്ല നമ്മുടെ കൂടെയുള്ളത്. നേരെ മറിച്ച് അവൻ വന്നിരിക്കുന്നത് നമ്മളെ വീണ്ടെടുക്കാനാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യാം. ഇതാണ് എപ്പോഴും നമ്മൾ അവന് വേണ്ടിയിട്ട് ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ജീവിതകാലം മുഴുവനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. തിന്മയുടെ ഫലങ്ങളെ പാടെ മാറ്റി നിർത്താനുള്ള ഒരു വിളിയാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം. നമുക്കൊരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്റെ രൂപത്തിലാണ്, നിനക്ക് ഞാൻ രൂപം നൽകിയാണ് സൃഷ്ടിച്ചത്, എന്റെ ഭാവം നൽകിയാണ് സൃഷ്ടിച്ചത്. നീ ഒരിക്കലും ആ രൂപം നഷ്ടപ്പെടുന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നിന്റെ മുഖത്ത് നിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. നിന്റെ ശരീരത്തിൽ നിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിന്റെ ഓരോ പ്രവർത്തികളും കാണുമ്പോഴേക്കും നീ നൈർമല്യം കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. നിന്റെ നിഷ്കളങ്കത നീ കൈവിട്ടു പോകരുത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം നീ എന്നെ പോലെ ജീവിക്കേണ്ടവനാണ്, നീ എന്റെ മകനാണ്. എന്റെ മകനായ നീ എന്റെ രൂപത്തിൽ ജീവിക്കേണ്ടവനാണ്, എന്റെ ഭാവത്തിൽ ജീവിക്കേണ്ടവനാണ്. എന്റെ ചൈതന്യം ഞാൻ നിന്നിലേക്ക് പകർന്നു തന്നതാണ്. നിന്റെ ശിരസ് മുതൽ ഞാൻ അത് നൽകിയതാണ്. നിന്റെ മാമോദീസയുടെ സമയത്ത്, നിന്റെ കൂദാശകളുടെ സമയങ്ങളിൽ ഞാൻ നിന്റെ കൃപകൾ കൊണ്ട് നിറച്ചതാണ്, എന്റെ അനുഗ്രഹം കൊണ്ട് നിറച്ചതാണ്. ആ രൂപവും ഭാവവും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടത് എവിടെ വെച്ചാണ്? ഏത് നിമിഷമാണ് എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നഷ്ടമായി പോയത്? ദൈവത്തിന്റെ കൃപയില്ലാതായി പോയ നിമിഷങ്ങൾ ഏതൊക്കെയാണ്? ആ നിമിഷങ്ങളെ ഓരോ ദൈവത്തിന്റെ പകലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിന്റെ രൂപവും നിന്റെ ഭാവവും എല്ലാം നഷ്ടപ്പെടുത്തിയത് ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കുകയും ചെയ്യാം. നിന്റെ കൃപകൾ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുകയും ചെയ്യാം. എന്റെ ആത്മശക്തി കളഞ്ഞു പോയത് അവിടെയാണ് ദൈവമേ. എത്രയോ ശക്തനായിരുന്നു, മനസ്സുകൊണ്ട് ഞാൻ എത്രത്തോളം ശക്തി പ്രാപിച്ചവനായിരുന്നു, മനസ്സുകൊണ്ട് എനിക്ക് നേടാനാവാത്തതൊന്നുമില്ലായിരുന്നു. നിന്റെ കൃപയുണ്ടായിരുന്നപ്പോൾ, നിന്റെ കൃപയുടെ തണലിലായിരുന്നപ്പോൾ എന്റെ മനസ്സ് ഒരുപാട് ശക്തമായിരുന്നു. എന്റെ കുടുംബത്തിലെ എന്ത് പ്രശ്നങ്ങളെ പരിഹരിക്കാനാവുന്ന രീതിയിൽ എന്റെ മനസ്സ് ശക്തമായിരുന്നു. ഇന്ന് ഞാൻ ദുർബലനാണ് ദൈവമേ. കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ പോലും പതറിപ്പോകുന്നവനാണ് ദൈവമേ. കുടുംബത്തിലെ നിസ്സാരമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ പോലും തളർന്നു നിൽക്കുന്നവനാണ് ദൈവമേ. ശക്തിക്ക് വേണ്ടി എന്റെ മക്കളിനില്ല എന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്കും എന്റെ കണ്ണ് നിറയെ പരാജയഭീതിയാണ് ദൈവമേ. എന്റെ കണ്ണുകളെ മുഴുവൻ ഭയം മുറുകെ പിടിച്ചിരിക്കുകയാണ് ദൈവമേ. എന്റെ ശരീരം മുഴുവൻ എന്റെ മക്കളുടെ മുമ്പിൽ അടിമുടി വിറയ്ക്കുകയാണ് ദൈവമേ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ജീവിതത്തിൽ ഉത്തരമില്ലാതെ ഞാൻ നിന്നു പോകുന്ന നിമിഷങ്ങളുണ്ട് ദൈവമേ. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ പരിഹാരങ്ങളെ ഞാൻ നിന്നു പോകുന്ന നിമിഷങ്ങളുണ്ട് ദൈവമേ. ഞാൻ തളർന്നു കഴിഞ്ഞാൽ എന്റെ കുടുംബം മുഴുവൻ തകർന്നു പോകും ദൈവമേ. ഞാൻ തളർന്നു കഴിഞ്ഞാൽ എന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് അവരുടെ സ്ഥിരകളിലേക്ക് തളർച്ച ബാധിച്ചിറങ്ങും ദൈവമേ. ആ അവസ്ഥകളെല്ലാം നിന്റെ പക്കലേക്ക് സമർപ്പിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. നിന്റെ കൃപയുടെ തണലിലേക്ക് വീണ്ടും ചേർന്ന് നിന്ന് നിന്റെ ശക്തി ആവാഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ.
ദൈവമേ, നിന്റെ കൃപയുടെ തണലിലേക്ക് വീണ്ടും ചേർന്ന് വന്ന് നിന്റെ ശക്തി കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ എന്നെ പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഉറക്കെ പ്രാർത്ഥിച്ചോളുക. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആവർത്തിച്ച് പാടാം. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ഒരിക്കൽ കൂടി. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ഒരിക്കൽ കൂടി. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ഉറക്കെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം എന്റെ ഇഷ്ടങ്ങളെ അമിതമായിട്ട് സ്നേഹിച്ച സമയങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയ സമയങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾ ഒരുപാട് നമ്മൾ സ്നേഹിച്ചുകൊണ്ട് അവന്റെ പക്കലേക്ക് അവന്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചു പോയ നിമിഷങ്ങളുണ്ട്. അവിടെയാണ് ദൈവമേ ഞാൻ പിഴച്ചു പോയത്. അവിടെയാണ് ദൈവമേ കാലിടറിപ്പോയത്. നിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിച്ചത് ഞാൻ മറന്നുപോയി ദൈവമേ. നിന്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുന്ന ഞാൻ മറന്നുപോയി ദൈവമേ. ദൈവവചനം ഞാൻ മറന്നുപോയി ദൈവമേ. ദൈവവചനം വായിക്കുന്നത് എന്റെ ജീവിതത്തിൽ നന്ദി നിന്ന് പോയി ദൈവമേ. ജീവിതത്തിൽ എപ്പോഴും വചനം എന്റെ വഴികാട്ടിയും എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവും ഒക്കെ ആയിരുന്നു. പക്ഷെ എപ്പോഴൊക്കെയോ ആ വചനം എന്റെ കയ്യിൽ നിന്നും അഴിഞ്ഞു പോയി ദൈവമേ. ആ വചനത്തിന്റെ കൈപിടിച്ച് നടന്നുകൊണ്ടിരുന്ന നാളുകൾ എനിക്ക് എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ മറന്നുപോയി ദൈവമേ. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. എന്റെ ഇഷ്ടമനുസരിച്ച് ആഗ്രഹിക്കുന്നില്ല ഞാൻ ജീവിക്കുന്നു. ആ ഇഷ്ടമനുസരിച്ചുള്ള എന്റെ ജീവിതമാണ് ദൈവമേ എന്നെ ഈ നാശത്തിന്റെ വഴിയിലേക്ക് നയിച്ചത്. എന്നെ തകർച്ചയുടെ വഴികളിലേക്ക്, എന്നെ ഇടർച്ചയുടെ വഴികളിലേക്ക് എല്ലാം നയിച്ചത്. ആ ഇഷ്ടങ്ങളെല്ലാം മറന്നുകൊണ്ട് നിന്റെ ഹൃദയത്തിനനുസരിച്ച് പെരുമാറാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിന്റെ ഇഷ്ടങ്ങളെല്ലാം, നിന്റെ ഇഷ്ടങ്ങൾ ഓരോന്നും ദൈവമേ, നിന്റെ ഇഷ്ടങ്ങൾ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഉറക്കെ പാടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ആദിയും അന്ത്യനും നീ മാത്രമേ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. ആരാധന ആരാധന ആരാധന. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടേശുവേ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടേശുവേ.
ശോഭിക്കട്ടെ. കുറച്ച് പാടാം. ഉറക്കെ പാടാം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തൊട്ട് സുഖപ്പെടുത്തണമേ പ്രാർത്ഥിക്കാം. എന്റെ ജഡമോഹങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. എന്റെ അഭിലാഷങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ദൈവത്തിന് വിപരീതമായ എന്റെ ചിന്തകളെ സുഖപ്പെടുത്തണമേ. ദൈവത്തിന് വിപരീതമായ എന്റെ ശീലങ്ങളെ ഇല്ലാതാക്കണമേ. ദൈവത്തിന് വിപരീതമായ എന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയണമേ. എന്റെ കുടുംബത്തിൽ വന്നു ഭവിച്ച എല്ലാ ബന്ധനങ്ങളെയും പരാജയപ്പെടുത്തണമേ. എല്ലാ തിന്മയുടെ ശക്തികളെയും പരാജയപ്പെടുത്തണമേ. എല്ലാ ദുഷ്ടാരൂപിയുടെ ശക്തികളെയും ഇല്ലാതെയാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരം ഉയർത്തി അവന്റെ പക്കലേക്ക് സ്വരം എത്തട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ പക്കലേക്ക് എത്തുന്നു. എന്റെ സ്വരം നിന്റെ പക്കലേക്ക് എത്തിച്ചേരുന്നു. എന്റെ ആഗ്രഹങ്ങൾ നിന്റെ പക്കലേക്ക് എത്തിച്ചേരുന്നു. എല്ലാം നിന്റെ പക്കലേക്ക്, നിന്റെ കാൽക്കിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ കുടുംബത്തെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ നഷ്ടപ്പെട്ട വഴികളിലേക്ക് നിന്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലേക്ക് നിന്റെ കരുണ ഞങ്ങൾ യാചിക്കുന്നു. എന്റെ മക്കളുടെ കാൽപാദങ്ങളിലേക്ക് നിന്റെ കരുണ ഞങ്ങൾ യാചിക്കുന്നു. അവർ വെക്കുന്ന ഓരോ ചുവടിലേക്ക് നിന്റെ കരുണ വർഷിക്കണമേ. നിന്റെ കരുണ വർഷിക്കണമേ. അവരുടെ ഓരോ ഉദ്യമങ്ങളിലേക്ക് നിന്റെ കൃപകൾ കൊണ്ട് ചൊരിയണമേ. ദൈവമേ, വലിയ സാമ്പത്തിക ഭാരങ്ങൾ നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠനങ്ങൾക്കായിട്ട് അയച്ചിട്ടുണ്ട്. അപ്പന്റെയും അമ്മയുടെയും എല്ലാം അധ്വാനങ്ങളും വിയർപ്പുകളും എല്ലാം കണ്ടുകൊണ്ട് അതിന് ഫലവത്തായി ജീവിക്കുവാനുള്ള കൃപകൾ കൊണ്ട് ഞങ്ങളുടെ മക്കളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കാം. പിഴച്ചു പോകുന്ന ഓരോ നിമിഷങ്ങളിലും അവരുടെ കാൽപാദങ്ങളെ പിന്നിലേക്ക് വലിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ കരങ്ങൾ കൊണ്ട് അവർ ചെയ്യുന്ന ഓരോ തിന്മകളുടെ സമയങ്ങളിലും അവരുടെ കരങ്ങളെയും മനസ്സിനെയും പൗത്രീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിഷ്കളങ്കരായി ജീവിക്കാനുള്ള മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവരെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. കരുണയാൽ വർഷിക്കണമേ. കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന ദൈവമേ, നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. സ്തുതിക്കുന്ന ദൈവമേ, നിന്റെ ബലമുള്ള നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ ശക്തിയുള്ള നാമം ഇറങ്ങി വരട്ടെ. നിന്റെ ശക്തിയുള്ള നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാ തിന്മകളും ഇല്ലാതാകട്ടെ. എല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചിതറട്ടെ. എല്ലാ പൈശാചിക ശക്തികളും പരാജയപ്പെടട്ടെ. എല്ലാ പ്രലോഭനങ്ങളും ഇല്ലാതാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കുക. ദൈവം പറയുന്നു, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. കാരണം ജഡത്തിന്റെ മോഹങ്ങൾ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരാണ്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡത്തിന്റെ മോഹങ്ങൾ ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരാണ്. ഗലാത്യർക്ക് എഴുതപ്പെട്ട ലേഖനം 5-ാമത്തെ അധ്യായം 16-ാം വാക്യം പറയുന്നു, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിന്റെ ആഗ്രഹങ്ങൾക്ക്, ദൈവത്തിന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമാണ്, എതിരാണ്. നിന്നെ വഴിമാറ്റി നടത്തുകയാണ്. ദൈവസന്നിധി നിന്നെ അകറ്റിക്കൊണ്ടു പോവുകയാണ് എന്നുള്ള കാര്യം ദൈവവചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ആ വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം. ആ വചനം കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ബന്ധനങ്ങളെയും നമ്മൾ ബന്ധിക്കുകയും ചെയ്യാം. വചനത്തിന്റെ ശക്തിക്ക് തിന്മകളെ ബന്ധിക്കാനുള്ള ശക്തിയുണ്ട്. വചനത്തിന്റെ ശക്തിക്ക് തിന്മകളെ പരാജയപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. വചനം ജീവിതത്തിൽ ഇല്ലാതെയാകുമ്പോൾ ഞാൻ തിന്മകൾക്ക് മുമ്പിൽ നിരായുധനായിട്ട് നിൽക്കുകയാണ്. വചനം ജീവിതത്തിൽ അസ്തമിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ആയുധങ്ങൾ അടിയറവ് വെച്ച് തിന്മയുടെ മുമ്പിൽ പരാജയം സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. വചനം വീണ്ടും എടുത്ത് ധരിക്കുമ്പോൾ ഞാൻ സർവ്വശക്തിയോടും കൂടി എൻ്റെ മുമ്പിലുള്ള തിന്മകളെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തികൾ ആവാഹിച്ച് അവന്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ള കാര്യം ഓർക്കുകയും ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കുമ്പോഴത്തേക്കും 2-ാമത്തെ ഭാഗത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ മരങ്ങൾ എപ്പോഴും കാണും അല്ലേ? മരങ്ങൾ എന്തൊക്കെയാണ് ബൈബിളിൽ നിങ്ങൾ കാണുന്ന മരങ്ങൾ എന്തൊക്കെയാണ്? ബൈബിളിൽ ആർക്കാ പറയാവുന്നത്? നിങ്ങൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന മരങ്ങൾ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. എവിടേക്കാണ് ബൈബിളിൽ നമുക്ക് മരങ്ങൾ കാണുന്നത്?
സിക്കമൂർ മരമുണ്ട്. ഓക്കെ, കൊള്ളാം. സിക്കമൂർ മരമുണ്ട്. പിന്നെ ഏതാ? അത്തിമരമുണ്ട്. നമ്മൾ പറഞ്ഞ അത്തിമരമുണ്ട്. പിന്നെ ഒലിവ് മരമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ, ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഒരു മരത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഏതാണ് മരം? നന്മതിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തെ പറ്റി പറയുന്നുണ്ട്. ഏതെങ്കിലും തോട്ടത്തിലെ മരങ്ങളെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ എവിടെയാ വേറെ മരങ്ങളുള്ളത്? എവിടെയാണ് ഏറെ മരങ്ങളുള്ളത്? എവിടെയാണ്? കുരിശുമരം ഉണ്ടല്ലേ, കുരിശുമരമുണ്ട്. ഇങ്ങനെ ഒത്തിരി മരങ്ങളിലൂടെയാണ് വിശുദ്ധ ഗ്രന്ഥം തുടക്കം മുതൽ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മരങ്ങളുടെ പ്രസക്തി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആലോചിക്കാനായിട്ട് പോകുന്നത്. നമ്മളിപ്പം അത്രയ്ക്ക് അങ്ങോട്ട് ദൈവവചനമല്ല, നേരെ മറിച്ച് അതേസമയം തന്നെ വചനത്തെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് ഈ മരങ്ങളെ കാര്യം? മരത്തെ ദൈവം എത്രത്തോളം വചനം പങ്കുവയ്ക്കാനായിട്ട് മരത്തെ ഉപയോഗിക്കാൻ കാര്യം എന്താണ്? മരത്തെയും വൃക്ഷത്തെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ദൈവം എപ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ദൈവം ഇന്ന് ഈ വൃക്ഷങ്ങളിലൂടെ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, ഈ മരങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം, ഈ മരങ്ങൾ കടന്നു പോകുന്ന എല്ലാ കാലഘട്ടങ്ങളിലും ഒരേ കാലഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഒരു വർഷം മുഴുവൻ ഒരേ അവസ്ഥയിലൂടെയാണോ മരങ്ങൾ കടന്നു പോകുന്നത്? ചില സമയത്ത് സമൃദ്ധമായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ശക്തമായ കാറ്റിന്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോഴെങ്കിലുമൊക്കെ മരങ്ങൾ കടപുഴകി വീഴുന്ന രീതിയിലേക്ക് ശക്തമായ കാറ്റുകൾ ഉണ്ടായിരിക്കാം. ചില കാലഘട്ടങ്ങളിൽ ശക്തമായ വരൾച്ചയായിരിക്കും. വരൾച്ചയുടെ സമയത്ത് ഇവർ ആഗ്രഹിക്കുന്ന ഒന്നും ഇവർക്ക് കിട്ടുന്നില്ലായിരിക്കും. മരം വരണ്ട് ഉണങ്ങി എല്ലാ ഭംഗിയും പോയിട്ട് ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ വസന്ത കാലഘട്ടങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി എല്ലാ പ്രതാപങ്ങളോടും കൂടി ഈ മരങ്ങൾ ഇങ്ങനെ സ്വയം അലങ്കൃതയായിട്ട് നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു വർഷത്തിലെ എല്ലാ കാലഘട്ടങ്ങളും മരത്തിന്റെ ജീവിതത്തിൽ ഒരുപോലെയൊന്നുമല്ല. എല്ലാ കാലഘട്ടങ്ങളും ഒരുപോലെയല്ല. എന്നാൽ വസന്ത കാലഘട്ടം കഴിഞ്ഞ് വരൾച്ചയുടെ കാലഘട്ടം വന്നപ്പോഴത്തേക്കും അയ്യോ ഇതോടെ എല്ലാം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട്, എല്ലാം നഷ്ടപ്പെടുത്തി, എല്ലാം നശിച്ചു പോയെന്ന് പറഞ്ഞുകൊണ്ട് മരം വരണ്ടുണങ്ങി കരിഞ്ഞില്ലാതെ ആകാറുണ്ടോ? എത്രയോ വർഷങ്ങളാണ് ഈ വരൾച്ചയിലൂടെ കടന്നു പോയിട്ട് ഇതിനെ അതിജീവിച്ച് ഓരോ മരങ്ങളും ജീവിക്കുന്നത്. 50, 60, 70, 80 വർഷം വരെ ഈ വരൾച്ചകളെ അതിജീവിക്കുന്ന മരങ്ങളെ നമ്മൾ കാണാറുണ്ടല്ലേ. ഇതൊരു വലിയ പാഠമാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളും ഐശ്വര്യത്തിലൂടെ പോകുന്ന നീ വാശി പിടിക്കരുത്. നിന്റെ ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളിലും നിനക്ക് സമൃദ്ധി തന്നെ ഉണ്ടാകും എന്ന് നിർബന്ധം പിടിക്കരുത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സഹനങ്ങളും കഥനങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും എല്ലാം നഷ്ടപ്പെട്ടവനെ പോയിട്ട് നഷ്ടധൈര്യനായിട്ട് നിരാശനായിട്ട് നിന്നെ കാണപ്പെടാനായിട്ട് ഇടവരുത്തരുത്. എല്ലാ കാലഘട്ടങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. ജീവിതത്തിൽ ഐശ്വര്യങ്ങളുടെ കാലഘട്ടം ഉണ്ടായിരിക്കും. എല്ലാം സമൃദ്ധിയായിട്ട് ലഭിക്കുന്ന വസന്ത കാലഘട്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ആ വസന്ത കാലഘട്ടങ്ങളിൽ വരൾച്ചയ്ക്ക് വേണ്ടത് കൂടി നീ സമാഹരിച്ചു വെക്കുക. ഒരു മരത്തിന്റെ ജീവിതത്തിലേക്ക് വരൾച്ച വരുന്നത് പോലെ തന്നെ എല്ലാ വർഷവും കൃത്യമായിട്ട് രോഗങ്ങളും അസ്വസ്ഥതകളും ക്ലേശങ്ങളും കഷ്ടതകളും ഭാരങ്ങളും സാമ്പത്തിക ഭാരങ്ങളും എല്ലാം ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിനെയും എല്ലാം അതിജീവിച്ചാണ് 10, 70, 80 വർഷമായിട്ട് ഈ മരം നിൽക്കുന്നത്. അതുകൊണ്ട് തളർന്നു പോകരുത്. ദൈവം നിന്നെ ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം നിന്നെ പുറപ്പെടുപ്പിക്കുന്ന ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം എന്ന് പറയുന്നത് അത് നീ തകർന്നു പോയാൽ, നിരാശനായി പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് ദൈവം നിന്നെ ഒന്നിനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം നിന്റെ പക്കലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്, കൃപകൾ വർഷിക്കുന്നുണ്ട്, നന്മകൾ വർഷിക്കുന്നുണ്ട്. അതേ സമയം തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ സമയമെല്ലാം ഉണ്ട്. അവിടെ നഷ്ടധൈര്യനായി, നിരാശനായി, പ്രത്യാശയില്ലാത്തവനായി, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തകർന്ന ഒരുവനായിട്ട് നിന്നെ കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മരത്തെ പോലെ ഈ വരൾച്ചയ്ക്ക് ശേഷവും ഒരു വസന്ത കാലഘട്ടം വരും എന്നുള്ള പ്രതീക്ഷയോടെ ജീവിക്കണം. ഇതാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വരൾച്ചയുണ്ടാകും. വരൾച്ചയുടെ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ മഴവെള്ളം ആവശ്യത്തിന് ലഭിക്കില്ല. നീ ആഗ്രഹിക്കുന്ന വളങ്ങൾ ഉണ്ടാവില്ല. നീ ആഗ്രഹിക്കുന്ന ലവണങ്ങൾ വേരുകളിൽ നിന്ന് ഒരുപക്ഷെ സ്വീകരിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ടുണങ്ങി നീ ഇല്ലാതാകരുത്. ഇതിനു ശേഷം നിനക്ക് വേണ്ടി ഞാനൊരു വസന്തം കാത്തു വെച്ചിട്ടുണ്ട്. ആ വസന്തം വന്നണയുമ്പോൾ ഒട്ടും നശിക്കാത്തവനായി നിന്നെ കാണാൻ എനിക്ക് സാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളുടെ ഒരു സമയം കാത്തു പരിപാലിച്ചിരിക്കുന്നു.
ഇപ്പോൾ ഒരു നഷ്ടധൈര്യനെ പോലെ നിരാശനായി ഓടി അലയുന്ന നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് ഒരു സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യങ്ങളുടെയും എല്ലാം കാലഘട്ടം കരുതി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നടന്നടുക്കുന്നത് വരെ നിനക്കൊരു പക്ഷെ നഷ്ടങ്ങളുടെ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് നടന്നടുക്കുന്നത് വരെ നിനക്കൊരു പക്ഷേ ക്ലേശങ്ങളുടെ കാലഘട്ടങ്ങൾ ഉണ്ടായിരിക്കും. അതിലേക്ക് നടന്ന് പ്രവേശിക്കുന്നത് വരെ നീ രോഗങ്ങളുടെ കാലഘട്ടങ്ങളിലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ നീ നടപ്പ് നിർത്തരുത്, നിന്റെ യാത്ര അവസാനിപ്പിക്കരുത്. നീ നടപ്പ് നിർത്തിയാൽ, യാത്ര അവസാനിപ്പിച്ചാൽ, ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ കാത്തുവച്ചിരിക്കുന്ന ഐശ്വര്യങ്ങളുടെ ലോകത്തേക്ക്, നിന്റെ അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് നീ എത്തിച്ചേരില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എത്ര തകർച്ചയുടെ കടന്നുപോയാലും നീ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരുപക്ഷെ നിനക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുവാൻ നിന്റെ ശരീരവും മനസ്സും നിന്നെ അനുവദിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ നീ മുറുകെ പിടിക്കുക. നിന്നെ താങ്ങി നടത്താൻ കഴിവുള്ള ഒരപ്പൻ നിനക്ക് സ്വർഗത്തിലുണ്ട്. ആ കരങ്ങളിലേക്ക് നീ ചേർത്ത് പിടിക്കുക. ആ കരങ്ങളുടെ ശക്തി മതി നിനക്ക് ഐശ്വര്യ കാലഘട്ടത്തിലേക്ക് നടന്നെടുക്കുവാനായിട്ട്. തകർന്നു പോകരുത്, തളർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ പാഠം ഈ മരങ്ങൾ നമുക്ക് നൽകുകയാണ്. ഈ മരത്തിന്റെ ആദ്യത്തെ പാഠം ഇതാണ്: ഒരു സമൃദ്ധിയുടെ കാലഘട്ടം വരും. ഇപ്പോൾ വരൾച്ചയാണ്, സമ്മതിച്ചു, വരൾച്ചയുണ്ടാകും. ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടില്ല. ഒരുപക്ഷെ മറ്റുള്ളവരെ പോലെ ആർഭാടത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. മറ്റുള്ള മരങ്ങളെ പോലെ സമൃദ്ധി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നീ നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എത്ര ഇല കൊഴിച്ചാലും, നീ എത്ര വരണ്ടുണങ്ങിയാലും, നിന്റെ ശാഖകൾ ഒരുപക്ഷെ ഭംഗിയില്ലാത്തതായിട്ട് മാറിയാലും നീ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണ് നീ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കരങ്ങളിൽ നീ അവന്റെ പക്കലേക്ക് നടന്നെടുക്കുക. അവൻ നിനക്ക് വേണ്ടി ഐശ്വര്യത്തിന്റെ കാലഘട്ടങ്ങൾ കാത്തിവെച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ് മരങ്ങൾ നൽകുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാഠം എന്താണെന്നറിയോ? ഈ മരത്തിന്റെ വേരുകളും തണ്ടും എല്ലാം നമ്മളുടെ ഒരു വലിയൊരു ബന്ധമാണ്. വേരിനെ ഒന്ന് ആലോചിച്ച് നോക്കുക. വേരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, വേര് ഒത്തിരി കാര്യങ്ങൾ വേരിന് ഇത് മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പല കാര്യങ്ങളും വേരിന് മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പല കാര്യങ്ങളും മണ്ണിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിലും ഈ വേരൊന്ന് ആലോചിക്കുകയാണ്, ഇത് ഞാൻ എന്നിലേക്ക് തന്നെ സൂക്ഷിച്ചു വെച്ചാൽ മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന് ഐശ്വര്യം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. തനിക്ക് കിട്ടുന്നത് മുഴുവൻ തന്നിലേക്ക് മാറ്റിവെക്കാതെ പൂർണ്ണമായിട്ടും ഈ വേര് തന്റെ മരത്തിന് വേണ്ടിയിട്ടും ഇലകളിലേക്കും തണ്ടുകളിലേക്കും എല്ലാം പകർന്നു കൊടുക്കാൻ തയ്യാറാകുന്നതിന്റെ ഐശ്വര്യമാണ് ഈ കാണുന്നത് മുഴുവനും. ഒന്ന് ആലോചിച്ച് നോക്കുക. കമ്പിന് ഭയങ്കര ഐശ്വര്യമാണ്. കമ്പേ മുഴുവൻ ഇലയാണ്. ആ ഇലയിൽ തൂങ്ങി നിൽക്കുന്ന വർണ്ണം നിറഞ്ഞ ഒരുപാട് പഴങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ പാവം വേര് എന്നും മണ്ണിനടിയിലാണ്. മണ്ണിനടിയില് ജീർണിച്ച സാഹചര്യങ്ങളിലും മണ്ണിന്റെ നടുവില് അഴുകിയ അവസ്ഥകളിലും അഴുക്കിന്റെ അവസ്ഥകളിലും ആരാലും കാണപ്പെടാതെ ആരാലും അറിയപ്പെടാതെ അധ്വാനത്തിന്റെ ലോകത്താണ് ഈ വേരെപ്പോഴും. എന്നാ പിന്നെ വേര് തീരുമാനിക്കുകയാണ്, ഇത്രയും നാളും എന്നെ ആരും കണ്ടില്ല, ഞാൻ കഷ്ടപ്പെടുന്നതൊന്നും ആരും കണ്ടില്ല, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ മേളിൽ വന്നേക്കാന്ന് പറഞ്ഞ് മണ്ണിന്റെ മേളിൽ വന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു, കടപുഴകി ഇല്ലാതെയാകും. അത് വേരിന്റെ ധർമ്മമാണ്. ആരാലും അറിയപ്പെടാതെ മണ്ണിന്റെ അടിയിൽ എന്ത് വലിയ എത്ര വലിയ സാഹചര്യങ്ങളുടെ ആണെങ്കിലും, എത്ര വലിയ അഴുക്കിന്റെ അവസ്ഥയിലാണെങ്കിലും ജീർണതയുടെ അവസ്ഥയിലാണെങ്കിലും അവിടെ ആയിരുന്നു കൊണ്ട് മരത്തിന് ആവശ്യമുള്ളതെല്ലാം നൽകുക. ഈ ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം അപ്പനും അമ്മയും എല്ലാം കടന്നു പോകുന്നതും കടന്നു പോയതുമെല്ലാം. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്ത അതേ ദൗത്യം തന്നെയാണ് ഒരു മരത്തിന്റെ വേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടായി, നിങ്ങളുടെ മക്കളുടെ ജീവിതം വർണ്ണാഭമായിട്ട് മാറി, അവരുടെ ജീവിതത്തിൽ നല്ല ജോലി ഉണ്ടായി, നല്ല സാലറി ഉണ്ടായി, ഒരുപക്ഷെ എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആ ഐശ്വര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഭിമാനിക്കാൻ കാരണം, ആ ഐശ്വര്യങ്ങൾക്കെല്ലാം കാരണം ഈ ഒരു ജന്മം മുഴുവനും, അതായത് ജന്മം കൊണ്ട അന്ന് മുതൽ ഒരു ജീവിതകാലം മുഴുവനും ഈ കുടുംബത്തിന് വേണ്ടി, ഈ കുടുംബമാകുന്ന മരത്തിന് വേണ്ടി ഞാനിവിടെ മണ്ണിന്റെ അടിയിൽ കിടന്നുകൊണ്ട് അധ്വാനിച്ചതിന്റെയും കഷ്ടപ്പെട്ടതിന്റെയും ഫലമാണ് എന്റെ കുടുംബത്തിൽ കാണുന്ന ഈ ഐശ്വര്യം മുഴുവനെന്ന് അഭിമാനിക്കുക. അവിടെ ഒരുപക്ഷെ ആരും എന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കും. ഒരപ്പന്റെ അധ്വാനത്തെ ഒരുപക്ഷെ വേറെ ആരും അംഗീകരിക്കുന്നില്ലായിരിക്കും. ഒരമ്മ അടുക്കളയിൽ കിടന്ന് അധ്വാനിക്കുന്നത് മുഴുവനും വേറെ ആരും ഗൗനിക്കുന്നില്ലായിരിക്കും. ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ലായിരിക്കും. നല്ല വാക്ക് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കണ്ട. നേരെ മറിച്ച് നിന്റെ നിയോഗം മണ്ണിനടിയിലായിരുന്നുകൊണ്ട് ഈ മരത്തെ പരിപോഷിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ നീ അത് ചെയ്യുന്നതാണ് നിന്റെ കുടുംബത്തിന്റെ ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേരാണ് രണ്ടാമത്തെ പാഠം പഠിപ്പിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മളെ പറ്റി ചിന്തിക്കാതെ കുടുംബത്തെ പറ്റി ചിന്തിക്കുക.
നമ്മളെപ്പറ്റി ചിന്തിക്കാതെ, നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി നൽകുക. ഞാൻ അറിയപ്പെടുന്നില്ല എങ്കിലും, ഞാനൊന്നും അറിയപ്പെടുന്നില്ല എങ്കിലും, എന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എങ്കിലും ഞാൻ പ്രത്യാശയോടെ തന്നെ ജീവിക്കണം. പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ നിരാശയിലേക്ക് വഴുതി വീഴാറുണ്ടല്ലേ? പ്രത്യേകിച്ച് ഞാൻ ആയിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ പോലും ആരും എന്നെ അംഗീകരിക്കുന്നില്ല. പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. ഞങ്ങളിപ്പം ഇടവകയിൽ വികാരിമാരൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ സങ്കടം പറയാൻ ആൾക്കാർ വരുന്നത് നമ്മുടെ പുരുഷന്മാരാണ്. ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ പറയാനായിട്ട് വരുന്നത് പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ഇതെല്ലാം പറയാനായിട്ടുള്ള ഒരാൾ വികാരിച്ചനാണ്. അപ്പോൾ വന്നിരുന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ചില ആൾക്കാരൊക്കെ 6:30 വന്നു കഴിഞ്ഞാൽ 11:30 ആയിരിക്കും പോകുന്നത്. 5 മണിക്കൂറോളം പറഞ്ഞാലും തീരാത്തത്ര കാര്യമുണ്ട്. ഈ പറയുന്നത് മുഴുവൻ എന്താണെന്ന് അറിയോ? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എവിടെയായാലും ഇതൊന്ന് പറയണം. കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മുമ്പിൽ ഇത്രയും കൊല്ലം ഞാനിത് ചെയ്തിട്ടും അവരത് അംഗീകരിക്കുന്നില്ല. ഇപ്പോഴും അവർ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ മനസ്സ് തകർന്നവനായിട്ട് നിരാശനായിട്ട് നിന്നപ്പോഴത്തേക്കുമാണ് ദയിരിക്കുന്ന വികാരിച്ച് അവിടെ പോയി സംസാരിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. പലപ്പോഴും ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. അവരോട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: അറിയപ്പെടാൻ നോക്കല്ലേ, ആരെയും വിശ്വസിപ്പിക്കാൻ നോക്കല്ലേ. ആരെയും വിശ്വസിപ്പിക്കാനും ആരെ കൊണ്ട് പറയിപ്പിക്കാനും ആരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനും നോക്കരുതേ. തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒന്നും ചെയ്യരുതേ. നിരാശ മാത്രമായിരിക്കും ഫലം. തിരിച്ചെന്തെങ്കിലും കിട്ടുമെന്നും എല്ലാവരും അത് കാണുമെന്നും എല്ലാവരും അഭിനന്ദിക്കുമെന്നും എല്ലാവരും എന്നെ ആശ്ലേഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. നമ്മൾ പറയുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ തിരിച്ചു കിട്ടില്ല. ഈ വേര് ചെയ്തതാണ് ചെയ്യേണ്ടത്. അവരെന്ത് വേണം ചെയ്തിട്ട് അവർ ഐശ്വര്യം മുഴുവൻ എന്റേതാണെന്ന് വേരുറച്ച് വിശ്വസിക്കുന്നിടത്തോളം കാലം വേരിനൊരു സംശയവുമില്ല. വേരിന് അവന്റെ അസ്തിത്വത്തെ പറ്റി ഒരു സംശയമില്ല. വേരിന് അതിന്റെ വ്യക്തിത്വത്തെ പറ്റി ഒരു സംശയമില്ല. പൂർണ്ണമായിട്ടും അറിയാം ഇതിന് ഞാനാണ് കാരണക്കാരെന്ന് വേരിന് നല്ല പൂർണ്ണമായിട്ട് അറിയാം. ഞാനില്ല എങ്കിൽ ഈ ഐശ്വര്യങ്ങളൊന്നും ഇല്ല എന്ന് വ്യക്തമായിട്ട് വേരിന് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ആരെയും വിശ്വസിപ്പിക്കാനും പോകാറില്ല, പറഞ്ഞു മനസ്സിലാക്കാനും പോകാറില്ല. എൻ്റെ സ്നേഹം നിറഞ്ഞ അപ്പന്മാരോടും അമ്മമാരോടും എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ആരെയും വിശ്വസിപ്പിക്കാൻ പോകണ്ട. നിന്റെ ജീവിതത്തിൽ നീ ചെയ്തത് മുഴുവൻ കണ്ട ഒരു ദൈവം നിനക്കുണ്ട്. ആ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഈ വേരിന്റെ ഉത്തരവാദിത്തമായിരുന്നു. കുടുംബത്തിനെ നിലത്തുറപ്പിച്ച് നിർത്തുക. എന്ത് വലിയ കാറ്റുണ്ടായാലും അത് കാലിടറി വീഴാത്ത രീതിയിൽ, കടപുഴകി വീഴാത്ത രീതിയിൽ കുടുംബത്തെ നിലത്തുറപ്പിച്ച് നിൽക്കുന്ന ഒരു ദൗത്യം നിനക്കുണ്ടായിരുന്നു. നീ അത് ചെയ്തു. അറിയപ്പെടാതെ, ആരാനും ശ്രദ്ധിക്കപ്പെടാതെ കുടുംബത്തിന് വേണ്ടതെല്ലാം നൽകുവാനുള്ള നിയോഗം നിനക്കുണ്ടായിരുന്നു. അത് നീ ചെയ്തു. അത് ദൈവം കണ്ടിട്ടുണ്ട്. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നീ വലിയ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഒന്നും നിനക്ക് വേണ്ടി മാറ്റിവെക്കാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി നൽകിയ ഒരപ്പനാണ്, അമ്മയാണെങ്കിൽ ദൈവസന്നിധി നീ കൃപ കണ്ടെത്തുന്ന കാര്യം ഓർത്തിരിക്കുക. ഇതാണ് വേരിന്റെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്, ഈ വേരിന്റെ വേറൊരു പ്രത്യേകതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ വേര് ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയുണ്ടല്ലേ? ചില സമയത്ത് നമ്മൾ കൈ കിട്ടുന്നതെല്ലാം മരത്തിന്റെ ചോട്ടിലേക്കാണ് വലിച്ചെറിയുന്നത്. അത് എത്ര മോശം സാധനമാണെങ്കിലും വീടിന്റെ അതൊരു എലി ചത്ത് ചീഞ്ഞ് പുറത്തോട്ടിറങ്ങി ഒറ്റ ഏറാണ് ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ പോയത് കിടക്കും. അങ്ങനെ അഴുകിയ സാധനങ്ങളും ദുർഗന്ധം വമിക്കുന്ന സാധനങ്ങളും എല്ലാം നമ്മൾ പരിസരത്തേക്ക് പലപ്പോഴും വലിച്ചെറിയും. ഇതെല്ലാം പോയി മരത്തിന്റെ ചോട്ടിലും വേരിന്റെ അടുത്തും എല്ലാം പോയി വീഴും. അങ്ങനെ ദുർഗന്ധം വമിക്കുന്ന സാഹചര്യങ്ങളിലും ജീർണതയുള്ള സാഹചര്യങ്ങളും എല്ലാം ജീവിക്കുന്ന ഒരു വേര് അവിടെയുണ്ട്. എത്ര ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലാണ് വേര് ജീവിക്കുന്നതെങ്കിലും, എത്ര ജീർണതയുള്ള സാഹചര്യത്തിലാണ് വേര് ജീവിക്കുന്നതെങ്കിലും, അവിടെ ചുറ്റുപാടും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും വേരിനൊരു പ്രത്യേകതയുണ്ട്. തന്റെ മരത്തിന് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. ചുറ്റുപാടുമുള്ള ദുർഗന്ധമൊന്നും ഈ മരത്തിന്റെ ശാഖകളിൽ നമ്മൾ കാണില്ല. ചുറ്റുപാടുള്ള ജീർണതയുടെ ആ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയൊന്നും ഈ മരം നമ്മളൊന്ന് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ശാഖകൾക്കൊന്നും ഉണ്ടാവില്ല, അതിന്റെ പഴത്തിനും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? അതിന്ന് ആ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ വേരെടുത്തിട്ടുള്ളൂ. വേര് പറഞ്ഞു, ശരിയാണ്, ചുറ്റുപാടും ജീർണതയുണ്ട്, ദുർഗന്ധങ്ങളുണ്ട്, അവശിഷ്ടങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ എനിക്കറിയാം എന്റെ മരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് എന്താണ്, അത് മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം എടുക്കാനായിട്ട് വേര് തയ്യാറായി. സംഭവിച്ചെന്താണ്? വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് മാത്രം മരത്തിലേക്ക് നൽകിക്കൊണ്ട് മരം ഇങ്ങനെ വളർന്ന് പന്തലിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് കുടുംബനാഥന്മാരോട് വേരിന് പറയാനുള്ള മൂന്നാമത്തെ സാഹചര്യം ഇതാണ്. ചുറ്റുപാടും ദുർഗന്ധങ്ങളും ജീർണതകളും അവശിഷ്ടങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ടാവും. ദുർഗന്ധം വമിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകും. ദുർഗന്ധം വമിക്കുന്ന ജീർണത നിറഞ്ഞ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. ആ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ച് നീട്ടുന്ന വലിയ ശീലങ്ങൾ പലപ്പോഴും ഉണ്ടായിരിക്കും. ആ ശീലങ്ങൾ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ജീർണതയുടെ അനുഭവമായിട്ട് മാറാറുണ്ട്. വെറും അവശിഷ്ടമായിട്ടും ദുർഗന്ധം വമിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങളെ തള്ളിയിടാറും ഒക്കെ ഉണ്ടായിരിക്കാം.
പക്ഷേ വേര് പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, മരം പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. നിന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ എന്ത് ജീർണത വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിന്റെ കുടുംബത്തിന് ആവശ്യമില്ലാത്ത ജീർണതകൾ നീ എടുക്കാൻ പാടില്ല. കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് മാത്രം അവിടെ നിന്ന് എടുക്കുക. നിന്റെ ചുറ്റുപാടുമുള്ള സുഹൃത്ത് ബന്ധങ്ങളിലും ബന്ധുക്കളിലും അയൽപ്പക്ക ബന്ധങ്ങളിലും നിന്റെ കുടുംബത്തിന് ചേരാത്ത, കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് ചേരാത്ത പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ നീ അതിനെപ്പറ്റി ജാഗ്രത പുലർത്തണം. നീ ജാഗ്രത പുലർത്തി അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളതെല്ലാമല്ല, നേരെ മറിച്ച് വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് നീ നിന്റെ കുടുംബത്തിന് നൽകുമ്പോൾ നിന്റെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും, നിന്റെ കുടുംബത്തിന് വളർച്ചയുണ്ടാകും എന്നുള്ള കാര്യമാണ് വൃക്ഷം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഈ വൃക്ഷത്തിന്റെ നാലാമത്തെ ഒരു പ്രത്യേകത ഇതാണ്. ഓരോ കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഓരോ ജീവിത സാഹചര്യങ്ങളാണുള്ളത്. ചിലപ്പോൾ മഴയുണ്ടാകും, മഴയുണ്ടായപ്പോഴത്തേക്കും ശക്തമായ മഴയിൽ ഇങ്ങനെ നിന്ന് മരം ഇങ്ങനെ നനയേണ്ടി വരികയാണ്. ശക്തമായ മഴയിൽ ഇങ്ങനെ നനഞ്ഞ് ഒരു യാതൊരു സംരക്ഷണവും ഇല്ലാതെ മഴ ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വന്ന് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് അതികഠിനമായ വെയിലായിരിക്കും, ശക്തമായ വെയിലായിരിക്കും. ഈ ശക്തമായ വെയിലില് ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേനൽക്കാലത്തെ വെയിലിലൊക്കെ വറ്റി വരേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ലായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും, ശരിയാണ്. പക്ഷേ ഏത് വലിയ വെയിലിന്റെ സാഹചര്യങ്ങളാണെങ്കിലും, എത്ര ചൂടിന്റെ സാഹചര്യങ്ങളാണെങ്കിലും, എത്ര ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ മരം കടന്നുപോയാലും ഈ മരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് തണലും നല്ല ഫലങ്ങളും മാത്രമാണ്. മരം നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവൻ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ കടന്നു പോകും, വരൾച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകും, ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും ഒരു പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പൊള്ളിയാലും ചുട്ടുപൊള്ളിയാലും മറ്റുള്ളവർക്ക് അതേ ചൂടും പൊള്ളലും അല്ല കൊടുക്കുന്നത്. എനിക്ക് കിട്ടിയത് അതുപോലെ അടുത്ത ആളിനും കൊടുക്കണമെന്ന് മരം വാശി പിടിക്കുന്നില്ല. നേരെ മറിച്ച് മരം എന്താ ചെയ്യുന്നത്? എനിക്ക് പൊള്ളലിന്റെ അനുഭവങ്ങൾ കിട്ടിയെങ്കിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് തണലും നല്ല ഫലങ്ങളും മാത്രമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾക്കേറ്റ മുറിവുകൾ എല്ലാവർക്കും പങ്കുവയ്ക്കാൻ പോകരുത്. ഞാൻ എത്ര മുറിവേറ്റാലും ആ മുറിവുകളായിരിക്കില്ലേ കുടുംബത്തിൽ പങ്കുവയ്ക്കുന്നത്, നേരെ മറിച്ച് തണൽ നൽകിക്കൊണ്ടേയിരിക്കണം. ഞാനൊരു പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഈ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ കുടുംബത്തിന് തണലേകാൻ വേണ്ടിയിട്ടാണ്. ആ തണല് മാത്രം നൽകുക. ഈ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ കുടുംബത്തിൽ നല്ല ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നല്ല ഫലങ്ങൾ മാത്രം കുടുംബത്തിന് നൽകിക്കൊണ്ടേയിരിക്കുക. ഇതാണ് മരത്തിന്റെ നാലാമത്തെ കാര്യം. ഇനി മരത്തിന്റെ അഞ്ചാമത്തെ കാര്യമുണ്ട്. മരത്തിന്റെ അഞ്ചാമത്തെ കാര്യം ഇതിന് അവസാനം പറയാനായിട്ട് വെച്ചിരുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധയോടെ കേൾക്കണം. ചിലരൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളായതുകൊണ്ട് തന്നെ എന്നോടൊപ്പം അല്പസമയം ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്നുള്ള ഈശോയുടെ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അപ്പം അഞ്ചാമത്തെ കാര്യം ഇതാണ്. അഞ്ചാമത്തെ കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. എന്തുകൊണ്ടാണ് ഒരു മരത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴയുടെ സമയങ്ങളിൽ ഈ മരത്തിന് ആവശ്യമായ ജലവും ലവണങ്ങളും എല്ലാം വേരിങ്ങനെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. ചില സമയത്ത് നല്ല ചുറ്റുപാട് നല്ല വളക്കൂറുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. വേരെന്നാ ചെയ്യും? ഈ വേരും ഈ വളവും സാഹചര്യങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാം ഈ മരത്തിന് നൽകുകയും ചെയ്യും. ഇനി ഈ വേനൽക്കാലത്തും വരൾച്ചയുടെ കാലഘട്ടത്തിലും മരത്തിന് എന്ത് സംഭവിക്കും? ഇത് ആവശ്യത്തിനൊന്നും കിട്ടില്ല, ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. വേരിന് വ്യക്തമായിട്ടറിയാം തന്റെ നിസ്സഹായ അവസ്ഥ. തനിക്ക് ആഗ്രഹമുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഈ മരത്തിന് നൽകാമെന്നൊരു ആഗ്രഹം വേരിനുണ്ട്. പക്ഷെ വേര് നിസ്സഹായമാണ്. കാരണം എന്താണ്? കാലഘട്ടം ഇതായതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഒന്നും കിട്ടുന്നില്ല. ഈ അവസ്ഥയിലൂടെ ഓരോ അപ്പനും അമ്മയും കടന്നു പോയിട്ടുണ്ടായിരിക്കും. കാലഘട്ടം ഇതായതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. നിസ്സഹായമായിട്ട് വേരിങ്ങനെ പടർന്നിങ്ങനെ നിൽക്കുകയാണ് നിസ്സഹായ അവസ്ഥയിൽ. അതാണ് വേരിന്റെ നിസ്സഹായ അവസ്ഥ. വേരിന്റെ നിസ്സഹായ അവസ്ഥ. ഈ വേരിന്റെ നിസ്സഹായ അവസ്ഥയുടെ കടന്നു പോകാത്ത ഒരപ്പനെങ്കിലും ഒരമ്മയെങ്കിലും ഇവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ അപ്പനമ്മമാരും ഈ വേരിന്റെ നിസ്സഹായാവസ്ഥയുടെ കടന്നു പോയിട്ടുള്ളതാണ്. വേരിന് കഴിവുണ്ട്, ശക്തിയുണ്ട്, പക്ഷേ ആഗ്രഹിക്കുന്ന ഒന്നും കിട്ടാതെ എങ്ങനെ മരത്തിന് ഇത് കൊടുക്കാനായിട്ടാണ്? വേനൽക്കാലത്തിൽ വരൾച്ചയുടെ സാഹചര്യങ്ങളിൽ ഈ പാവപ്പെട്ട വേരിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? വലിയ സങ്കടത്തോടെയാണ് നിൽക്കുന്നത്. ഞാൻ വേരാണ്, ഇവരെല്ലാം ആശ്രയിക്കുന്നത് എന്നെയാണ്. എന്നിലൂടെ അല്ലാതെ ഇവർക്കൊന്നും കിട്ടുന്നുമില്ല, പക്ഷേ എനിക്കൊന്നും കൊടുക്കാൻ സാധിക്കുന്നുമില്ല. നിരാശനായിട്ട് വേരിങ്ങനെ നിൽക്കും. ഈ നിരാശയുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒരു കുടുംബം മുഴുവൻ ആശ്രയിക്കുന്ന നിങ്ങളിലാണ്, നിങ്ങളുടെ ചുമലിലാണ് ഒരു കുടുംബം മുഴുവൻ ആശ്രയിക്കുന്നത്. ജോലിയില്ലാത്ത സമയത്ത്
ജോലിക്ക് വേണ്ട രീതിയിൽ വരുമാനം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ കൊടിയ ദാരിദ്ര്യമാണ്, ആഗ്രഹിക്കുന്നൊന്നും കിട്ടുന്നില്ല, താൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഒത്തിരി ആഗ്രഹങ്ങൾ മക്കളുടെ ജീവിതത്തെ പറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ സാധ്യമാകുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, മക്കളുടെ വിവാഹ ജീവിതത്തെ പറ്റി ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. മക്കള് പെൺമക്കൾ വളർന്ന് വലുതായി വരുന്തോറും ഉള്ളിനുള്ളിൽ വലിയ ആദിയാണ്. കാരണം വ്യക്തമായിട്ടറിയാം, അവള് ഇനി എത്ര വർഷം കൊണ്ട് ഇവിടെ വലുതായെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിലുള്ളതെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാലും അതൊന്നും തികയുകയില്ലെന്നുള്ള വലിയ ആദി മനസ്സിനെ എപ്പോഴും കീഴക്കുന്നുണ്ടായിരിക്കാം. ഈ നിസ്സഹായ അവസ്ഥയെല്ലാം ഈ വേരും അനുഭവിക്കുന്നുണ്ട്. വരൾച്ചയുടെ കാലഘട്ടത്തിൽ, ഈ വേനലിന്റെ കാലഘട്ടത്തിൽ ഈ വേരും അനുഭവിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ്. പക്ഷെ അപ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയോ? എന്നിട്ടും മരത്തിനൊന്നും പറ്റുന്നില്ല. എന്താ ഈ മരം ചെയ്യുന്നതെന്നറിയോ? ഈ വേരിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുന്ന, വേരിന്റെ ദൗർബല്യം മനസ്സിലാക്കുന്ന, വേരിന്റെ ഇല്ലായ്മ മനസ്സിലാക്കുന്ന, വേരിന്റെ ദാരിദ്ര്യം മനസ്സിലാക്കുന്ന ശാഖകൾ അവിടെയുണ്ട്. ഈ ശാഖകൾ എന്നാ ചെയ്യുന്നറിയോ? വേരിന്റെ ഇല്ലായ്മ മനസ്സിലാക്കി ചില ഇല പൊഴിക്കലുകൾ നടത്തും. ചില ഇലകള്, ചില ആർഭാടങ്ങൾ വേണ്ട എന്ന് വെക്കും. ചില ആഗ്രഹങ്ങൾ അങ്ങ് പൊഴിച്ചു കളയും. അങ്ങനെ ഈ മരങ്ങൾ ചില ആഗ്രഹങ്ങൾ പൊഴിച്ചു കളയുകയും ചില ആർഭാടങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടാണ് അപ്പോഴും മരം ഈ ഐശ്വര്യത്തിലായിരിക്കുന്നത്, മരം ഇങ്ങനെ ആ കാലഘട്ടത്തെ അതിജീവിക്കുന്നത്. ഒരു കുടുംബത്തിന് വേണ്ടത് ഈ വേരും ഇലകളും ശാഖകളും തമ്മിലൊരു ബന്ധമാണ്. വേരിന്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കുക, വേരിന്റെ ദാരിദ്ര്യാവസ്ഥ മനസ്സിലാക്കുക, വേരിന്റെ കഴിവുകേടുകൾ മനസ്സിലാക്കുക, വേരിന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുക. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചില ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കുക, ചില ആർഭാടങ്ങൾ വേണ്ട എന്ന് വെക്കുക, ചില സന്തോഷങ്ങൾ വേണ്ട എന്ന് വെക്കുക. ഇതൊരു കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ ഒരു മരത്തിന്റെ ശാഖകളും അതിന്റെ വേരും തണ്ടും എല്ലാം തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ, അത് ഈ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതത്തില് ഈശോ കടന്നു വരേണ്ട എല്ലാ മേഖലകളെയും നമുക്ക് ഓർക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക. അവന് വേണമെങ്കിൽ സ്വർഗത്തിലിരിക്കാമായിരുന്നു. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ, സ്വർഗത്തിലായിരിക്കുക. സ്വർഗത്തിലായിരുന്നത് കൊണ്ട് നിന്റെ പക്കലേക്ക് മനുഷ്യർ വരും. മനുഷ്യർ വരുന്ന സാഹചര്യങ്ങളിൽ നീ ആകെ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ല മനുഷ്യരെയും തിന്മയുടെ മനുഷ്യരെയും തമ്മിൽ വേർതിരിപ്പിക്കുക. വേർതിരിച്ചതിന് ശേഷം നല്ല മനുഷ്യരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക, തിന്മയുടെ മനുഷ്യരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ പുറന്തള്ളുക. ഈ ഒറ്റ ഉത്തരവാദിത്തമേ പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് നൽകിയുള്ളൂ. പക്ഷെ പുത്രനായ ദൈവം എന്താ ചെയ്തെന്നറിയോ? അങ്ങനെ സ്വർഗത്തിലിരുന്നു കൊണ്ട് അവിടേക്ക് വരുന്നവരില് കുറെ പേരെ തള്ളിക്കളയുവാനും കുറെ പേരെ സ്വീകരിക്കുവാനും അവന് മനസ്സിലായിരുന്നു. അവനവിടെ വിധികർത്താവായിട്ട് ഇരിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ അവിടെ നിന്ന് ആഗ്രഹിച്ചു, എന്തിനാണ് കുറച്ചുപേരെ തള്ളിക്കളയുന്നത്? എനിക്ക് എല്ലാവരെയും വേണം. ഈ മനുഷ്യ അവതാരം എന്ന് പറയുന്നത് അവന്റെ ആഗ്രഹത്തിൽ നിന്ന് വന്നതാണ്. എനിക്ക് ആരെയും തള്ളിക്കളയാൻ പറ്റില്ല, എനിക്ക് എല്ലാവരെയും വേണം, എനിക്കെല്ലാവരെയും വേണം. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് മുമ്പിലായിരിക്കുന്നത് എന്നെയും വേണം. ഈ ലോകത്തിൽ നിന്നെ തള്ളിക്കളയാണ്ട് ഒരു 100 കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന് നിന്നെ തള്ളിക്കളയാൻ ഒരു കാരണം പോലുമില്ല. അത് നീ എത്ര പാപിയാണെങ്കിലും ദൈവത്തിന് നിന്നെ തള്ളിക്കളയുവാൻ ഒരു കാരണം പോലുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന 10 കുഷ്ഠരോഗികൾ ഈശോയുടെ പക്കലേക്ക് വന്നോ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. തന്റെ പക്കലേക്ക് വന്ന ഒരുവനെയും അവൻ സുഖപ്പെടുത്താതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു, നിങ്ങൾ സുഖപ്പെടട്ടെ. 10 പേരും തിരിച്ചു പോയപ്പോഴത്തേക്കും ഈ 10-ൽ ഒരാള് സമരിയാക്കാരനായിരുന്നു, 9 പേര് യഹൂദരുമായിരുന്നു. യഹൂദർ തിരികെ ചെല്ലുമ്പോഴത്തേക്കും അവരെ കാണുന്നത് അവരുടെ കുഷ്ഠരോഗം സുഖമാക്കി, അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് അവരെ സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ 2 കൈ നീട്ടി യഹൂദര് സമൂഹം സ്വീകരിച്ചു. പക്ഷെ ഒരുവൻ സമരിയാക്കാരനായിരുന്നു. അവന്റെ കുഷ്ഠരോഗം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അപ്പോഴും അവൻ സമരിയാ കുലത്തിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവൻ തള്ളി മാറ്റപ്പെടേണ്ടവനാണ്, അവൻ ഒറ്റപ്പെടുത്തപ്പെടേണ്ടവനാണ്, അവൻ മാറ്റി നിർത്തപ്പെടേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗം മാറിയിട്ടും അവനെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. അവൻ തിരിച്ചുപോയി.
തന്നെ ഈ ലോകത്തിൽ ആദ്യമായിട്ട് അംഗീകരിച്ച ഒരുവനെ, തന്നെ ഈ ലോകത്തില് ആദ്യമായിട്ട് സ്നേഹിച്ച ഒരുവനെ നോക്കി അവൻ തിരിച്ചുപോയി. അവന് സ്നേഹം കിട്ടിയ സ്ഥലം അതായതുകൊണ്ട് അവൻ വീണ്ടും തിരിച്ചുപോയി. ആ സ്നേഹത്തിന്റെ ഇടത്തിലേക്കല്ലാതെ എനിക്ക് പോകാനായിട്ട് സാധിക്കില്ല. അവനെ സ്നേഹിക്കാൻ മറ്റാരുമില്ലായിരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും അവനെ തള്ളിക്കളയാനായിട്ട് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. നീ സമരിയാക്കാരനായതിന്റെ പേരിൽ, കുഷ്ഠരോഗിയായതിന്റെ പേരിൽ, ദരിദ്രനായതിന്റെ പേരിൽ, കഴിവില്ലാത്തതിന്റെ പേരിൽ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ, നിറമില്ലാത്തതിന്റെ പേരിൽ, നിന്റെ കുടുംബ സാഹചര്യങ്ങളുടെ പേരിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പിഴവുകളുടെ പേരിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ കഴിഞ്ഞ തലമുറയ്ക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകളുടെ പേരിൽ, അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ, എന്തൊക്കെ കാരണങ്ങളുടെ പേരിലാണ് നിന്നെ ലോകം തള്ളിക്കളയാറുള്ളത്? അതാണ് പറഞ്ഞത്, ലോകത്തിന് നിന്നെ തള്ളിക്കളയാൻ 100 കാരണമുണ്ട്. പക്ഷേ ദൈവത്തിന് നിന്നെ തള്ളിക്കളയാൻ ഒരു കാരണം പോലുമില്ല. ഇത് നീ എത്ര പാപിയാണെങ്കിലും അവന് നിന്നെ വേണം. നീ എത്ര പാപിയാണെങ്കിലും നിന്നെ വേണം. നീ എത്ര ദരിദ്രനാണെങ്കിലും എനിക്ക് നിന്നെ വേണം. നീ എത്രത്തോളം നിസ്സഹായനാണെങ്കിലും എനിക്ക് നിന്നെ വേണം. നിനക്ക് സൗന്ദര്യമില്ലായിരിക്കാം, പക്ഷേ ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്റെ രൂപത്തിൽ, എന്റെ ഭാവത്തിൽ. അതിന് എനിക്ക് നിന്നെ വേണം. നിന്നെ ഒരു പക്ഷേ എല്ലാവരും അവജ്ഞയോടെ തള്ളിക്കളയുന്നുണ്ടായിരിക്കാം. നിനക്കൊരു പക്ഷേ മറ്റുള്ളവർ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന, അഭിമാനിക്കാവുന്ന ജോലിയില്ലായിരിക്കാം. മറ്റുള്ളവർ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റുന്ന, അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശമ്പളമില്ലായിരിക്കാം. ഒരുപക്ഷെ എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ സഹോദരങ്ങളുടെ മുമ്പിൽ പോലും നീ തലകുനിച്ചായിരിക്കാം നിൽക്കുന്നത്. നിന്റെ നിസ്സഹായത്തിനും ദാരിദ്ര്യത്തിന്റെയും പേരിൽ നിന്റെ കുടുംബം മുഴുവൻ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിലെ മറ്റുള്ളവർ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. നിന്റെ അയൽപ്പക്ക ബന്ധങ്ങളുടെ മുമ്പിൽ നീ പലപ്പോഴും തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ആര് നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. അവൻ നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. അവൻ നമ്മളെ പാലിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ശാസിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. കൈ ഉയർത്തി പിടിക്കുക. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് പറ്റിയ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ നാശത്തിനായുള്ള പദ്ധതിയല്ല, നിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്, നിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. നിന്നെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നിനക്കുണ്ട്. നീ തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നിനക്കുണ്ട്. നിരാശയുടെ പഴുകുഴിയിൽ കിടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നിനക്കുണ്ട്. ആ ദൈവം നിന്റെ വലത് കരം ചേർത്ത് പിടിച്ച് നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിന് ഭയപ്പെടുന്നു? നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് നിരാശനാകുന്നു? നീ മറ്റുള്ളവരെ പറ്റി
എന്തിനും അഗ്നാശനാകുന്നു. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, പെറ്റമ്മ തന്നെ തള്ളി പറഞ്ഞാലും, നിന്നെ ഇല്ലായ്മയുടെ സമയങ്ങളിൽ നിന്നെ തള്ളിക്കളഞ്ഞവരുണ്ടായിരിക്കാം. നിനക്ക് പണത്തിന് ഒരു ആവശ്യം വന്നപ്പോഴത്തേക്കും ഓടിയകന്നവരുണ്ടായിരിക്കാം. നീ രോഗബാധിതനായി കഴിഞ്ഞപ്പോൾ, നിന്റെ രോഗത്തിന്റെ പേര് നിന്റെ ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ നിന്നെ വിട്ട് ഉപേക്ഷിച്ച് ഓടിപ്പോയ ഒരുപാട് പേര് ഈ ലോകത്തിലുണ്ടായിരിക്കാം. പക്ഷെ അപ്പോഴും ഓർത്തുകൊള്ളുക, ദൈവം നിന്റെ കൂടെയുണ്ട്, ദൈവം നിന്റെ വശങ്ങളിലുണ്ട്. അവൻ നിന്നെ വാരിപ്പുണരുന്ന ദൈവമാണ്. അവൻ നിന്നെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ദൈവമാണ്. കുരിശോളം നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. കുരിശിലെ എല്ലാ പീഡകളുടെ സമയത്തും, അവന്റെ ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിക്കുന്ന സമയത്തും, അവന്റെ ശരീരം മുഴുവൻ മുറിവുകൾ ഏറ്റുവാങ്ങിയ സമയത്തും, അവൻ ഏറ്റുവാങ്ങിയത് മുഴുവനും നീ മുറിപ്പെടാതിരിക്കാനാണ്, നീ തകർന്നു പോകാതിരിക്കാനാണ്, നീ തളർന്നു വീഴാതിരിക്കാനുള്ള വസ്തുത ഓർത്തിരിക്കുക. ദൈവം നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ തകർന്നു പോകരുത്. നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും അവന്റെ പക്കലേക്ക് പിരിച്ചു പിടിക്കുക. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കണ്ണീരിന്റെ രാത്രികൾ ഇവിടെ അവസാനിക്കണം. കരഞ്ഞ് കരഞ്ഞ് നിന്റെ തലയണ നനഞ്ഞ ദിവസങ്ങളുണ്ടായിരിക്കാം. ആ കണ്ണുനീര് നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദൈവമല്ല നിന്റെ ദൈവം. നിന്റെ ഓരോ കണ്ണുനീർ തുള്ളിയും അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നിനക്കറിയാം, അവനറിയാം നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരം എന്താണെന്നുള്ളത്. നിന്റെ കണ്ണുനീരിന്റെ ഉറവിടം എവിടെയാണെന്ന് അവനറിയാം. നിന്റെ ഹൃദയത്തിന്റെ ഏത് കോണിൽ നിന്നാണ്, ഏത് വേദനയിൽ നിന്നാണ്, ഏത് നഷ്ടത്തിൽ നിന്നാണ് കണ്ണീര് വരുന്നത് അവർക്ക് വ്യക്തമായിട്ടറിയാം. ആ ദൈവത്തിന്റെ പക്കലേക്ക് നീ നിന്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു വെക്കുക. ആ ദൈവം കാണാത്തതായിട്ട് നിന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല. നിന്നെ കാണാത്ത കണ്ണീരില്ല, കാണാത്ത വേദനകളില്ല, കാണാത്ത നൊമ്പരങ്ങളില്ല. ആ ദൈവമാണ് നിന്നെ വഴി നടത്തുന്നത്. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഒരു കുടുംബത്തിലെ കണ്ണുനീരിന്റെ ഓരോ സാഹചര്യങ്ങളെ സമർപ്പിക്കാം. ഓരോ കണ്ണുനീർ സാഹചര്യങ്ങളെ സമർപ്പിക്കാം. ആരൊക്കെയാണ് എന്റെ കുടുംബത്തിൽ കണ്ണുനീരിൽ മുഴുകി ജീവിക്കുന്നത്? എന്റെ കുടുംബനാഥൻ, എന്റെ മക്കൾ, ആരൊക്കെയാണോ കണ്ണുനീരിൽ മുഴുകി ജീവിക്കുന്നത് അവരെ ഓരോരുത്തരെയും സമർപ്പിക്കുക. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒരുപക്ഷെ അനേക വർഷങ്ങളായിട്ട് വിവാഹം എന്നുള്ള സ്വപ്നം സാധിക്കാത്ത മക്കളുടെ പേരിൽ എത്രയോ ദിനരാത്രങ്ങൾ നീ കരഞ്ഞു കാണും. എത്രയോ നാളുകളായിട്ട് വിവാഹം എന്നുള്ള സ്വപ്നം കണ്ട് ജീവിക്കുന്ന യുവതികൾ നിന്റെ കുടുംബത്തിലുള്ളപ്പോഴത്തേക്കും സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ വഴിയിലൂടെ നടക്കാൻ സഞ്ചരിക്കാതെ നീ ഉറങ്ങിയിട്ട് എത്ര നാളായി, മനസ്സിൽ ആദ്യം അണിഞ്ഞിട്ട് എത്ര നാളായി. ഞാൻ നിന്റെ ദൈവമാണ്, ഞാനത് കാണുന്നുണ്ട്, നിനക്ക് ഞാൻ പരിഹാരം കാത്തുവെച്ചിട്ടുണ്ട്, നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം നൽകുന്ന ദൈവമാണ് ഞാൻ എന്ന് പറയുന്നത്. കുടുംബത്തിലെ കണ്ണുനീരിന്റെ ഓരോ അവസ്ഥകളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് നൽകാം. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്നെ ലാളിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഒരുമിച്ച് പാടാം. ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ഒരിക്കൽ കൂടി.
ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചിടും ദൈവം. ശബ്ദമുയർത്തി പാടാം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ പക്കലേക്ക് ഹൃദയത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. എന്റെ ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിലേക്കാണ് നൽകുക. ദൈവമേ, രക്ഷകനായ ദൈവമേ, രക്ഷകനായ ദൈവമേ, ഞങ്ങളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുവരുക. എന്റെ ദൈവമേ, ഉറക്കെ ചൊല്ലുക. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ രക്ഷക, എന്നെ വീണ്ടെടുക്കണമേ. എന്റെ ജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ നിസ്സഹായ അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ ദാരിദ്ര്യത്തെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീഴ്ചകളെ നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ നിസ്സഹായ അവസ്ഥകളെ ദൈവമേ നിന്റെ ശക്തിയാൽ നീ പരിഹരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളെയും നീ പരിഹാരം കാണണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ നമ്മുടെ കുടുംബമുണ്ട്. നമ്മൾ ഇന്ന് ആർക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് വേണ്ടി മാത്രമായിരിക്കില്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വരവിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഒരുപാട് പേര് നമുക്ക് പ്രാർത്ഥനകൾക്കായിട്ട് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുമൊക്കെ ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ ഓരോ അവസ്ഥകളെ മനസ്സിൽ കണ്ടുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. പിതാവിന്റെയും ഉറക്കെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന എല്ലാ സാമ്പത്തിക ഭാരങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ സമാധാനമില്ലാതെയാക്കുന്ന എല്ലാ കടബാധ്യതകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ അടിമത്തങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ ദുശീലങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പഠനത്തിലെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ സമാധാനമില്ലാത്ത അവസ്ഥകളും ഇല്ലാതാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശാന്തമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയത്തെ സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറിപ്പോകുവാൻ ഞങ്ങളുടെ വരുത്തരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾ ഇടയാക്കരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഇടയാക്കരുതേ. എപ്പോഴും നിന്റെ സ്നേഹത്തിന്റെ തണലിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ, നിന്റെ സ്നേഹത്തിന്റെ തണലിലേക്ക് എപ്പോഴും ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ ശാന്തമായി ഈശോയെ 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 എന്ന് ആവർത്തിക്കുക. ഈശോയെ 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 എന്ന് ആവർത്തിക്കുക. ഈശോ എന്ന നാമമാണ് നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ശക്തിയേറിയ മറ്റൊരു നാമമില്ല. നമുക്ക് ധൈര്യം നൽകാൻ ഇതിനേക്കാൾ ശക്തിയേറിയ വേറെ നാമമില്ല. ആവർത്തിച്ച് പറയുക ഈശോയെ എന്ന്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.